വിശുദ്ധ ഖുർആനിലെ പുണ്യമായ ചില സൂചനകളുണ്ട്. ആ സൂചനകളാണ് ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശമായി നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടത്തിവിടുക. നമ്മുടെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവന്റെ അടിമകളായ മാനവ വംശത്തോട് എന്തൊക്കെയാണോ സംസാരിക്കാനുള്ളത് ആ സംസാരമാണ് ഖുർആൻ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അടിമയ്ക്ക് ഉടമ അടിമയോട് പറയുന്ന നിർദ്ദേശങ്ങളാണ് ഖുർആൻ. ഹാദാ കലാമുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു നമ്മോട് സംസാരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ഭാഗങ്ങളിൽ അല്ലാഹു നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എല്ലാവരും പാരായണം ചെയ്യുന്ന മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്താൽ ഖബറിന്റെ ആദ്യരാത്രിയിൽ പ്രകാശം ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്ന വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ സൂറത്താണ്, അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്ന സൂറത്തുൽ മുൽക്കിന്റെ പ്രഥമമായ 2 ആയത്തുകളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുക. സമകാലീന സംഭവങ്ങളുമായി കോത്തിണക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞ പരമപ്രധാനമായ നാം എല്ലാവരും പാരായണം ചെയ്യാൻ നിർബന്ധിതമായ ആ സൂറത്തിൽ അല്ലാഹു ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും പരമദയാലുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുകയാണ്. ആദ്യമായി സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പ്രഥമ പരിഗണനീയമായി പറയുന്ന ആയത്ത് അല്ലാഹു പറയാണ്: തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു പറയുകയാണ്: തബാറകല്ലദീ, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്, അവൻ എത്രയോ മഹോന്നതനാണ്. ആദ്യം തന്നെ അല്ലാഹു പറയുന്നത് അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. തബാറകല്ലദീ, അവൻ എത്രയോ പരിശുദ്ധനാണ്, അവൻ എത്രയോ മഹോന്നതനാണ്. എല്ലാ സ്തുതികീർത്തനങ്ങളും അല്ലാഹുവിലേക്കാണ്. എല്ലാ പദാനങ്ങളും പാടിപ്പകറ്റുന്നത് പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമ്പുരാനെ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ തിരുക്കാഴ്ചകൾ പറയുന്നു. അല്ലാഹുവേ, എന്തിനാണ് നിന്നെ സ്തുതിക്കുന്നതെന്നറിയുമോ? 5 നേരം പള്ളിയിലൂടെ ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ, നീയാണ് വലുത്, നിന്നേക്കാൾ വലുത് മറ്റൊരാളില്ല തമ്പുരാനെ. അല്ലാഹുവേ, നീയാണ് ആദി, നീയാണ് അനാദി, നിന്റെ തുടക്കത്തിനൊരാരംഭമില്ല തമ്പുരാനെ, നിന്റെ ശേഷിപ്പിനൊരവസാനമില്ല തമ്പുരാനെ. അല്ലാഹുവേ, നീ പരാശ്രയരഹിതനാണ്, നിനക്കൊരു സഹായിയില്ല, നിനക്ക് തുല്യനില്ല, നിനക്ക് സാദൃശ്യമില്ല, നീ ഏകനാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, എല്ലാ തിരുമുൾ കാഴ്ചകളും നിന്റെ മുമ്പിലേക്കാണ്. 5 നേരം ബാങ്ക് വിളിക്കുമ്പോ, ബാങ്ക് വിളിച്ച് പള്ളിയിൽ നമസ്കാരം നിർവഹിച്ച് കഴിയുമ്പോ വിശ്വാസിയുടെ ചുണ്ടുകൾ മന്ത്രിക്കുകയാണ്: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. എന്തിനാണ് ഇതെങ്ങനെ വിളിച്ചു പറയുന്നതെന്നറിയുമോ? അത് പടച്ചതമ്പുരാന്റെ ഗതികേട് കൊണ്ടല്ല, പടച്ചറപ്പിന്റെ ഗതികേട് കൊണ്ടല്ല. ഏതോ മനസ്സിന് അർബുദം ബാധിച്ച ആരൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചതുപോലെ അത് പടച്ചതമ്പുരാന്റെ ഗതികേട് കൊണ്ടല്ല. പിന്നെന്തിനാണ് നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നതെന്നറിയുമോ? അല്ലാഹുവേ, ബിയദിഹിൽ മുൽക്കു, എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ്. അല്ലാഹുവേ, നമ്മളെ പോലെ പാരായണം ചെയ്യുന്ന തബാറക സൂറത്തിന്റെ ആദ്യത്തെ വരിയുടെ അർത്ഥമാണ് ഞാൻ പറയുന്നത്, ഏറെ പറയുന്നതിലല്ല. ഇന്ന് വഅദ് കഴിഞ്ഞ് അവസാനിക്കുമ്പോ പറയണ കബീർ വാക്കവയുടെ വഅദ് കേട്ട് സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ 2 ആയത്ത് ഞങ്ങൾ പഠിച്ചെന്ന് പറയണം. ഈ ഖുർആൻ പഠിക്കേണ്ടതല്ലേ? ഇത് ഗവേഷണം
അന്വേഷണം ചെയ്യേണ്ടതല്ലേ? ഇതിന്റെ പരമപ്രധാനമായ പ്രഖ്യാപനങ്ങളിലൂടെ നമ്മുടെ മനസ്സ് ഊളിയിടേണ്ടതല്ലേ? അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നത് എന്തിനെന്നറിയോ? ബിയദിഹിൽ മുൽക്കു, എല്ലാ അധികാരവും നിന്റെ കയ്യിലാണ് തമ്പുരാനെ. എല്ലാത്തിന്റെയും കടിഞ്ഞാണ് നിന്റെ കയ്യിലാണ് അല്ലാഹുവേ. ഈ സൂര്യനെ പടച്ച തമ്പുരാനെ, ചന്ദ്രന് നിലാവ് കൊടുത്ത അല്ലാഹുവേ, 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 കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിച്ചത് നീയാണ്, പടിഞ്ഞാറതിനെ അസ്തമിപ്പിച്ചത് നീയാണ് തമ്പുരാനെ. അല്ലാഹുവേ, നീയാണ് കടലിന് തിരമാലയെ കൊടുത്തത്, നീയാണ് കുരുവിയെ കൂടുകെട്ടാൻ പഠിപ്പിച്ചത്, നീയാണ് കുയിലിന് മധുരനാദം നൽകിയത്, നീയാണ് ഈ ഭൂമിയെ പടച്ചത്, നീയാണ് ആകാശത്തെ വിരിപ്പ് പോലെ വിരിച്ചിട്ടത്, നീയാണ് പർവ്വതങ്ങളെ നാട്ടി നിർത്തിയത്, നീയാണ് കടലിന്റെ ഉള്ളിലൂടെ മീനിന് ഊളയിടാൻ പഠിപ്പിച്ചു കൊടുത്തത്. ജനിച്ച ഉടനെ പശുക്കുട്ടിയോട് നിന്റെ മാതാവിന്റെ അകിടിന്റെ ഉള്ളിൽ നിനക്ക് പാലുണ്ടെന്ന് ബോധം കൊടുത്ത അല്ലാഹുവേ, എങ്ങനെയാണ് പ്രസവിച്ച ഉടനെ ആട്ടിൻകുട്ടി അതിന്റെ തള്ളയുടെ ആടുകിടിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നത്? ആരാണ് വഴി പറഞ്ഞു കൊടുത്തത്? ഗൂഗിൾ മാപ്പ് കൊടുത്തതല്ലോ. ആരാണ് ഇതിന് ബോധനം കൊടുത്തത്? ജനിച്ച ഉടനെ തള്ളപ്പശുവിന്റെ അകടിലേക്ക് കൊച്ചു പശുക്കുട്ടിയെ പറഞ്ഞു വിട്ട തമ്പുരാനെ, നീയാണ് അല്ലാഹുവേ എല്ലാം സൃഷ്ടിച്ചത്, കാറ്റ് വീശിച്ചത് നീയാണ് തമ്പുരാനെ. ഉപ്പാന്റെ മുതുകിന്റെ അടിയിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് കൊണ്ടുപോയി എനിക്ക് സൃഷ്ടിപ്പ് തന്ന അല്ലാഹുവേ, എന്നെ സൃഷ്ടിച്ച തമ്പുരാനെ. അല്ലാഹുവേ, നിനക്ക് തുല്യനില്ല. എന്റെ ഹൃദയത്തിന് സ്പന്ദനം തന്ന തമ്പുരാനെ, എന്റെ ഹൃദയം ഒരു മിനിറ്റിന്റെ ഉള്ളിൽ 70 പ്രാവശ്യം സ്പന്ദിക്കുന്നുണ്ട്. ആ കണക്ക് പ്രകാരം ഒരു ദിവസം 1,00,000 പ്രാവശ്യം എന്റെ ഹൃദയം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം, ആ ഹൃദയം എങ്ങനെ സ്പന്ദിക്കുമ്പോ അവന്റെ ശരീരത്തിന്റെ രക്തക്കുഴലുകളിലൂടെ രക്തം പ്രവഹിക്കുന്നുണ്ട്. 60 വയസ്സ് വരെ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശരീരത്തിലൂടെ 10,000 എണ്ണ ടാങ്കറിന്റെ ഉള്ളിലുള്ള എത്രത്തോളം രക്തം കൊള്ളുമോ അത്രത്തോളം വെള്ളം, അത്രത്തോളം രക്തമാണ് 60 വയസ്സ് വരെ ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെ കടന്നു പോവുക. അല്ലാഹുവേ, അല്ലാഹുവേ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നപ്പോ 4-ാം മാസത്തിൽ എന്റെ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങിയാണ്. 40 വർഷം കഴിഞ്ഞു, ഇതേവരെ ഒരു മിനിറ്റിൽ കൃത്യമായി 70 പ്രാവശ്യം, ഒരു ദിവസം 1,00,000 പ്രാവശ്യം. അല്ലാഹുവേ, എന്റെ മാത്രമല്ല അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ, അബൂബക്കർ സാഹിബിന്റെ, ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഇതേ സമയത്തിരിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ ഹൃദയം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 600 കോടിയോളം വരുന്ന ജനങ്ങളുടെ ഹൃദയം ഇത്ര കൃത്യമായ കണക്കോടുകൂടി സ്പന്ദിക്കുന്നവനെ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ബിയദിഹിൽ മുൽക്കു, നിന്റെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത് അല്ലാഹുവേ. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നത് തമ്പുരാനെ. അല്ലാഹുവേ, നീ ഇല്ലാതെ ഭൂമിയില്ല, നീ ഇല്ലാതെ ആകാശമില്ല, നീ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ച ലോകത്തിന് നിലനിൽപ്പില്ല തമ്പുരാനെ. ബിയദിഹിൽ മുൽക്കു, നിന്റെ കയ്യിലാണ് അധികാരമുള്ളത്, അധികാരം നിന്റെ കയ്യിലാണ് റബ്ബേ. തൂത്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന കയ്യരിലാണ് അധികാരം കൊടുക്കുക. നീ നിനക്കുന്ന സമയത്തത് തിരിച്ചെടുക്കാൻ നിനക്ക് കഴിവുണ്ടല്ലാഹുവേ. ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം ഒരാളുടെ കയ്യിൽ. എന്തിനാണ് മോനെ നിരാശപ്പെടുന്നത്? ഇരുകാലിയുടെ പേരിൽ 2 കാലിയായ പെഹ്ലൂഖാനെ തല്ലിക്കൊണ്ട, പെഹ്ലൂഖാൻ എന്ന് പറയുന്ന നിരപരാധിയുടെ നിലവിളി കേട്ട മണ്ണിനാണ് കഴിഞ്ഞ ആഴ്ചത്തെ രാജസ്ഥാൻ ഉപതെരഞ്ഞെടുപ്പിൽ ഫാസിസത്തിന് കാലിടറിപ്പോയത്. അവിടെയാണ് ജനാധിപത്യ ചേരികൾ വിജയിച്ചത്. 4 കാലിയുടെ പേരിൽ 2 കാലിയെ തല്ലിക്കൊന്ന പെഹ്ലൂഖാന്റെ നിലവിളി കേട്ട് കരഞ്ഞു പോയ മണ്ണിനാണ് ഫാസിസത്തിന്റെ ശവക്കുഴി തോണ്ടിയത്. ഈ അധികാരം അവൻ ഇച്ഛിക്കുന്ന കയ്യിലാണ് വെച്ചു കൊടുക്കുക. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ കഴിയുന്നതും അല്ലാഹ്. കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുവനെ തണ്ടിലേക്ക് നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ. ഇന്ന്
ഇന്നത്തെ ദരിദ്രൻ നാളത്തെ ലക്ഷാധിപതി, ഇന്നത്തെ കോടിപതി നാളത്തെ പരമദരിദ്രന് എല്ലാം ആരുടെ കയ്യിലെന്നറിയോ? ബിയദിഹിൽ മുൽക്കു, ഇതെല്ലാം നിന്റെ കയ്യിലാണ് തമ്പുരാന്. നീയാണ് സൂര്യനെ ചലിപ്പിച്ചത്, നീയാണ് ചന്ദ്രനെ ഉദിപ്പിച്ചത്. 156 വർഷത്തിനൊരിക്കൽ 1.5 നൂറ്റാണ്ടിന്റെ ഇടയിൽ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഒരേ നേർരേഖയിൽ കൊണ്ടുവന്നത് നീയാണ് അല്ലാഹ്. സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്തെങ്കിലുമൊക്കെ പഴയ വർത്തമാനം പറഞ്ഞ് തിരിഞ്ഞു പോകാറല്ല ഈ വിനീതൻ എഴുതിച്ചു നിന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം നടത്തത്. 156 വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ചന്ദ്രനും സൂര്യനും ഒരേപോലെ നേർരേഖയിൽ വന്നത്. എന്തിനാണങ്ങ് വന്നതെന്നറിയുമോ? കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിച്ച റബ്ബേ, പടിഞ്ഞാറ് അസ്തമിപ്പിച്ച റബ്ബേ, നീ സൂര്യനൊരു ഭ്രമണപഥം വരച്ചു കൊടുത്തിട്ടുണ്ട്, ചന്ദ്രന് നീ ഒരു ഭ്രമണപഥം വരച്ചു കൊടുത്തിട്ടുണ്ട്. വൽഖമറ ഖദ്ദരനാഹു മനാസില ഹത്താ അദഖൽ റുജൂനുൽ ഖദീർ. അല്ലാഹുവേ അല്ലാഹുവേ, എന്തിനാണ് ഈ സൂര്യനും ചന്ദ്രനും നേരെ വന്നത്? ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊടുക്കട്ടെയോ? മംഗലാപുരത്തേക്ക് പോകുന്ന റെയിൽ പാളത്തിൽ നിങ്ങൾ പോയാൽ മംഗലാപുരം റെയിൽ പാളത്തിൽ ഒരേ സമയത്ത് 2 തീവണ്ടികൾ മുഖാമുഖം വന്നുവത്രേ. പിറ്റേ ദിവസം പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, റെയിൽവേ സ്റ്റേഷനിൽ എതിർ ദിശയിലേക്ക് പോകുന്ന 2 ട്രെയിനുകൾ മുഖാമുഖം വന്നു നിന്നുവത്രേ. ഭാഗ്യം കൊണ്ട് തലനാരിടയ്ക്കാണ് അപകടം നടക്കാതെ മാറിപ്പോയത്. പത്രത്തില് വാർത്ത വായിക്കാറില്ലേ? കേവലം 2 ട്രെയിനുകൾ 1/2 കിലോമീറ്റർ പോലും വലിപ്പമില്ലാത്ത 2 ട്രെയിനുകൾ പാളത്തിൽ മുഖാമുഖം വന്നാൽ പേടിച്ചു വിറച്ചു പോകുന്നവനെ, പേടിച്ചരണ്ടു പോകുന്ന മനുഷ്യ, അല്ലാഹു ചോദിക്കുകയാണ്, സൂര്യൻ എന്ന ഭൂമിയേക്കാൾ 35,000 ഇരട്ടി പിണ്ട വലിപ്പമുള്ള സൂര്യഗോളം, ഈ മഹാഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വന്നപ്പോ എന്തിനാണ് ഇത് വന്നതെന്നറിയുമോ? ചന്ദ്രഗ്രഹണ നിസ്കാരം നിർവഹിച്ചത് എന്തിനാ? ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടന്നു വരട്ടെ. അല്ലാഹു പറയാണ്, എന്തിനാണ് സൂര്യഗ്രഹണം നടന്നത്, എന്തിനാണ് ചന്ദ്രഗ്രഹണം വന്നത്? ഇതെല്ലാം ഒരേ രേഖയിൽ വന്നത് എന്തിനെന്നറിയോ? അതൊക്കെ നിങ്ങളെ ഞാനൊന്ന് ഭയപ്പെടുത്താൻ ചെയ്തതാണ്. ആരാണ് പറയുന്നത്? അല്ലാഹ്. ഇവിടെ നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയാണ്, ഞാനിതൊക്കെ ചെയ്തത് എന്തിനെന്നറിയോ? ഇതൊക്കെ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എത്ര പേരാണ് പേടിച്ചത്? എത്ര പേര് പേടിച്ചു? പറയും നിങ്ങള്. ചന്ദ്രഗ്രഹണ നിസ്കാരമൊക്കെ എല്ലായിടത്തും നടന്നു. ഇവിടെ നിസ്കരിച്ച ഇല്ലേ? പള്ളിയില് ചന്ദ്രഗ്രഹണം നിസ്കരിച്ച ഇല്ലയോ? നിസ്കരിച്ചെന്നോ? ഇല്ലെന്നാ? നിസ്കരിച്ചു. എന്തിനാ നിസ്കരിച്ചേ? എന്തിനാ നിസ്കരിച്ചേ? ആ നിസ്കാരം മാത്രമല്ല, ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. കബീർ ബാക്കവി പറയുന്നത് ഖുർആനാണ്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയാ, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. ഇത് നിങ്ങളെ ഞാനൊന്ന് ഭയപ്പെടുത്താൻ ചെയ്തതാണ്. ഇനിയെങ്കിലും നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വാ. ഹറാമുകളോട് വിട പറയ്, മദ്യപാനത്തോട് വിട പറയ്, പലിശയോട് വിട പറയ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുത്തു വാ. വാപ്പ മക്കളോട് പറയാറില്ല, മക്കളെ പേടിപ്പിക്കാൻ വേണ്ടി പോലീസ് വരുന്നുണ്ട് മോനെ, ഭൂതം വരുന്നുണ്ട് മോനെ. എന്തിനാണ്? അവനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഏറെ ഇഷ്ടമുള്ള അവൻ തന്നിലേക്ക് തിരിച്ചു വരാൻ ഒരു വാപ്പ കുഞ്ഞിനോട് പറയുന്നത് പോലെ അല്ലാഹു പറയാ, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ. ഇതൊക്കെ അല്ലാഹു നിങ്ങളെ പേടിപ്പിക്കാൻ നൽകുന്നതാണ്. സഹോദരങ്ങളെ,
പേടിക്കണം. ഇതെങ്ങാനും ഒരേ ദിശയിൽ വന്നതെന്ന് കൂട്ടിമുട്ടിയാൽ അത് ലോകാവസാനത്തിലേക്ക് നടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ ഗോളങ്ങൾ ഒരേ പാളത്തിൽ വരുമ്പോ അള്ളാനെ നിങ്ങൾ പേടിക്കണേ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അള്ളാഹു പറയാണ്, ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ ലോകത്ത് നിങ്ങൾ കണ്ടിട്ടും അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ യാതൊരുവിധ പേടിയില്ലാതെ നടക്കുകയാണല്ലോ. അള്ളാഹു സൂര്യചന്ദ്രനെ സൃഷ്ടിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരർത്ഥം കൂടി ഞാൻ മാറി പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ നല്ല വല്ലാതെ ഒന്ന് ശ്രദ്ധിക്കുമോ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പേടിപ്പിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. വേറെ ഹദീസും ഖുർആനും ഒന്നും അല്ല, അത് ചിന്തിക്കാൻ അധികം സമയവും വേണ്ട. സൂര്യൻ എന്ന് പറയുന്നത് രാവിലെ ഉദിച്ചു വൈകുന്നേരം അസ്തമിക്കാറുണ്ട്, ഇല്ലേ? കാണാറുണ്ടോ രാവിലെ സൂര്യൻ ഉദിക്കുന്നത്? കാണാറുണ്ടോ? എഴുന്നേൽക്കൂല സമയത്തൊന്നും. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്ത് വന്ന് തലയുടെ മുകളിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തിനാ സൂര്യാസ്തമയവും സൂര്യോദയവും? ഒന്ന് പറയും. സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതും വെറുതെ ഈ ആകാശത്തിന്റെ മുകളിൽ ഇങ്ങനെ ഉദിക്കുക അസ്തമിക്കുകയും ചെയ്യുന്ന എന്തിനാ? എത്ര നാളുകൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണിത്. എന്തിനാണിത്? അറിയില്ല. ഇച്ചിരി വെള്ളം തരിക. അറിയില്ല. ഒരാൾക്ക് ജീവിതത്തിന് നന്നാവണമെങ്കിൽ സൂര്യനെ നോക്കിയാൽ മതി. ആരെ നോക്കിയാൽ മതി? വാള് പറയല്ല, വാള് കേൾക്കണ്ട, ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് നന്നാവണമെന്ന് ചെറുപ്പക്കാരെ ആഗ്രഹമുണ്ടോ? നിങ്ങൾ സൂര്യനെ നോക്കിയാൽ മതി. നിങ്ങൾ അന്തം വിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഇയാളിപ്പോൾ എന്താ പറയണത്? ഞാൻ ഇങ്ങനെയൊക്കെ പറയൂ. അതാണ് എൻ്റെ ഒരു ശൈലി. എല്ലാവരും പറഞ്ഞത് തന്നെ പറയുന്നതിൽ നല്ലത് 7 ദിവസം ആകുന്നുണ്ട്. എല്ലാവരും പറയുന്നതിന് നല്ല വേറിട്ടൊന്ന് പറയലല്ലേ. ഞാനിന്ന് പറയുന്നത് സൂറത്തുൽ മുൽക്കിൻ്റെ 2 ആയത്താണ്. അപ്പോൾ കബീർ വാക്കവയുടെ വാത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? സൂറത്തുൽ മുൽക്കിൻ്റെ ആദ്യത്തെ 2 ആയത്ത് നന്നായിട്ട് പഠിച്ചു. ലാഭായില്ലേ? പിന്നെ ബാക്കി പഠിച്ചാൽ മതിയല്ലോ. ഇപ്പോഴെത്തിയ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാഹു സൂര്യനെ നൽകിയതെന്തിനാണ്? അള്ളാഹു ചന്ദ്രനെ നൽകിയതെന്തിനാണ്? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ്, ഇതിൽ ചിന്തിക്കുന്നവർക്ക് ദിട്ടാന്തമുണ്ട്. എന്തിനാണ് അള്ളാഹു സൂര്യനെ നൽകിയതെന്നറിയോ? രാവിലെ സൂര്യോദയം നടക്കുമ്പോൾ അത് നമ്മുടെ സൂര്യോദയത്തിന് നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട്. രാവിലെ സൂര്യൻ ഉദിക്കുകയാണ്. കിഴക്കിന്റെ ചക്രവാളത്തിൽ ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഇരുട്ടിൽ നിന്ന് സൂര്യൻ മെല്ലെ മെല്ലെ ഉയർന്നു വരികയാ. പൊന്നുമോനെ, അത് നിന്റെ ജനനമാണ്. ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ മെല്ലെ സൂര്യൻ വെളിയിലേക്ക് വരുമ്പോ ഉമ്മാന്റെ ഗർഭാശയം എന്ന ഇരുട്ടിൽ നിന്ന് മെല്ലെ ഭൂമിയുടെ വെളിച്ചത്തിലേക്ക് നീ കടന്നു വരികയാണ്. സൂര്യോദയം നിന്റെ ജനനമാണ്, നിന്റെ പ്രസവമാണ്. പിന്നെ ആ സൂര്യൻ മെല്ലെ മെല്ലെ മുകളിലേക്ക് ഉയരുന്നു. അത് വെറുതെ മെല്ലെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ്. വെറുതെ സൂര്യൻ ഇങ്ങനെ വെളിച്ചം കൂടി കൂടി വരുന്നു. അതുപോലെ നിന്റെ ബാല്യവും നിന്റെ കൗമാരവുമാണ്. മെല്ലെ മെല്ലെ വെളിച്ചം കൂടി കൂടി, കാലിന് ബലം കൂടി, കയ്യിന് ബലം കൂടി, മുഖത്ത് മീശസ്ഥാനം പിടിച്ച് മെല്ലെ മെല്ലെ നിന്റെ ബാല്യവും കൗമാരവുമാണ്. അവസാനം സഞ്ചരിച്ച് സൂര്യനിരാ നടുത്തലയുടെ നെടും തലയുടെ മുകളിൽ നട്ടുച്ച നേരത്ത് കത്തിച്ചൊലിച്ചു നിൽക്കുകയാണ്. ആർക്കും അടുക്കാൻ പോലും കഴിയാത്ത സൂര്യന്റെ ചൂടോട് സൂര്യൻ ഇങ്ങനെ കത്തിച്ചൊലിച്ചു നിൽക്കുകയാണ്. പൊന്നുമോനെ, അത് നിന്റെ യൗവനമാണ്. ആർക്കും അടുക്കാൻ കഴിയാതെ കത്തിച്ചൊലിച്ച് തിളച്ചു നിൽക്കുന്ന നിന്റെ യൗവനം. തട്ടുച്ച നേരത്ത് സൂര്യൻ കുതിച്ചു നിൽക്കുന്നത് അത് നിന്റെ യൗവനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കും അടുക്കാൻ കഴിയാത്ത യൗവനം, ഒരാളുടെ ഉപദേശം സ്വീകരിക്കാത്ത യൗവനം,
ആരുടെ അടുക്കലേക്ക് നന്മകൾ സ്വീകരിക്കാത്ത യൗവനം, ആ യൗവനമാണ് നിന്നെ നട്ടുച്ച നേരത്ത് നിൽക്കുന്ന സൂര്യന്. ചെറുപ്പക്കാരാ, ആ യൗവനം കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കലായി. മെല്ലെ മെല്ലെ സൂര്യന്റെ പ്രകാശത്തിന് കുറവ് വരികയാണ്. സൂര്യൻ മെല്ലെ ക്ഷയിക്കുകയാണ്. അത് നിന്റെ മധ്യവാർദ്ധക്യത്തിലേക്കുള്ള യാത്രയാണ്. നിന്റെ തലമുടി നരക്കുന്നു, നിന്റെ കൈകാലുകൾക്ക് ശക്തി കുറയുന്നു, നിന്റെ കൈകാലുകൾ ബലഹീനമാകുന്നു. അത് നിന്റെ മധ്യവാർദ്ധക്യത്തിലേക്കുള്ള യാത്രയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ മഹനീയമായ വ്യക്തിത്വത്തിലേക്ക് മഹാനവറുകളുടെ ആത്മീയ സാന്നിധ്യം നടന്നു വരികയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ഈ സൂര്യൻ അത് നിന്റെ യൗവനത്തെയാണ് പ്രസരിപ്പിക്കുന്നത്. ആ സൂര്യൻ മെല്ലെ മെല്ലെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. സൂര്യന്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നിന്റെ തലമുടി നരക്കാൻ തുടങ്ങുന്നു, നിന്റെ കാല് തളരാൻ തുടങ്ങുന്നു, നിന്റെ ശരീരത്തിന്റെ ശക്തി ക്ഷയിക്കുന്നു. നീ വാർദ്ധക്യത്തിലേക്ക് നടന്നു പോകുന്നു. അവസാനം നിന്നെ മധ്യവാക്യത്തിലെത്തുമ്പോ വൈകുന്നേരമാകുമ്പോ സൂര്യന്റെ പ്രഭ അസ്മിക്കാൻ പോവുകയാണ്. നിന്റെ 50 വയസ്സ് കഴിഞ്ഞു. അവസാനം പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ മെല്ലെ മെല്ലെ താടുമ്പോ നിന്റെ സക്കറാത്തിന്റെ വേദനയിൽ നീ പെടയുകയാണ്. നോക്കി നോക്കി നിൽക്കവേ ആ സൂര്യഗോളം അറബിക്കടലിന്റെ തിരമാലകളുടെ ഉള്ളിലെ കൂളിയിട്ട് പോയി. ഇനി സൂര്യനെ കാണുന്നില്ലല്ലോ. നീയുമതാ മണ്ണിന്റെ അടിയിലേക്ക് നടന്നുപോയി. നിന്നെ മേലാരോ മണ്ണിട്ട് മൂടി. ഇനി നിന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ. സൂര്യാസ്തമനം നിന്റെ മരണമാണ്, സൂര്യോദയം നിന്റെ ജനനമാണ്. മധ്യാഹ്ന നേരത്ത് കത്തിച്ചൊലിക്കുന്ന സൂര്യൻ നിന്റെ യൗവനമാണ്. ഇങ്ങനെ ജനനത്തിൽ തുടങ്ങി മരണത്തിലേക്ക് നടന്നു പോകുന്ന ഏറ്റവും ചെറിയ ഒരു ജീവിതമാണ് അല്ലാഹു നൽകിയത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ ആയത്ത് പറഞ്ഞത്, അല്ലദീ, അല്ലാഹു ആരെന്നറിയുമോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്. വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഈ ഭൂമിയിലെ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു സ്ഥലത്തും അതൊരു ജീവിതമായി പരിഗണിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്. വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചത്. അപ്പൊ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. മരണത്തിന് മുമ്പുള്ള ഈ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടേയില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. അതൊരു വിശാലമായ അർത്ഥവ്യാപ്തിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. ഒരു പ്രസംഗം നടക്കുമ്പോൾ അവസാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കിന്റെ 2 ആയത്തുകൾ അതിൻ്റെ വലിയ ഒരു ആശയത്തിലേക്കാണ് നാം ഇനി സഞ്ചരിക്കുന്നത്. ഓരോ ആണും പെണ്ണും മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു നമുക്കത് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ അതിൻ്റെ ആദ്യത്തെ 2 ആയത്താണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് വമാ നുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ. ചന്ദ്രഗ്രഹണം നടന്നു, എല്ലാം നേർരേഖയിൽ വരുമ്പോ അത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ്സമാഇ വൽ അർളി യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. വകഅയ്യിൻ മിൻ ആയ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശത്തും ഭൂമിയിലും നിങ്ങൾ കാണുന്നത്. എന്നിട്ടും നിങ്ങൾ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു മാറി നിൽക്കുകയാണല്ലോ. നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ, ഏകനായ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, ഈ ഭൗതികമായ ജീവിതം നശ്വരമാണ് എന്ന് തിരിച്ചറിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഖുർആൻ നമ്മോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം. ഖുർആനിന്റെ 114 അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. 6600 പരം വരുന്ന ആയത്തുകൾ നിങ്ങൾ ഗവേഷണം ചെയ്തു നോക്കൂ. ഒരു ഭാഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഭൗതികമായ കേവലമായി നാം വിലകെടുക്കുന്ന ഈ ജീവിതത്തെ 60-70 വയസ്സാണ് ആയുസ്സെന്ന് പരിമിതപ്പെടുത്തി പറഞ്ഞതെന്ന് ദുഃഖങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ബാധ്യതകളും ആകുലതകളും വ്യാകുലതകളും നിറഞ്ഞ ഈ ജീവിതത്തെ ഖുർആൻ ഒരു ജീവിതമായി പരിഗണിച്ചിട്ടേയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവെന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളെ ചതിക്കുന്ന ചില സുഖഭോഗ വസ്തുക്കൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശാലമായി വളരെ വിസ്തൃതമായി നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുകയാണ്, ഇവിടെ നിങ്ങൾ ഖുർആനിന്റെ ശൈലി സൂക്ഷിച്ചു നോക്കുക. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്. പിന്നെയാണ് അല്ലാഹു പറഞ്ഞത് മരണത്തെ മാത്രമല്ല വൽ ഹയാ, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചു നൽകിയത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ആദ്യം പറഞ്ഞത് ജീവിതത്തെ അല്ല, ഈ ഭൗതികമായ ജീവിതമാണ് ഖുർആൻ പറഞ്ഞതെങ്കിൽ അല്ലാഹു ആദ്യം പറയേണ്ടത് അവൻ ജീവിതത്തെ സൃഷ്ടിച്ചവനാണ്, അവന് മരണത്തെ സൃഷ്ടിച്ചവനാണ്. അല്ല അല്ല, ഈ ജീവിതം എന്ന് പറയുന്നത് നശ്വരമായ ജീവിതമാണ്. ഇതിനൊരു ജീവിതമായി അല്ലാഹുവിന്റെ ഖുർആൻ പരിഗണിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഭൗതികമായ ജീവിതത്തിനപ്പുറത്തെ ജീവിതം മരണശേഷം നിങ്ങൾ കാണുന്ന പരലോക ജീവിതമാണ്. അല്ലെങ്കിൽ തന്നെ സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ ജീവിതത്തെ നമ്മൾ ജീവിതമെന്ന് പറയാൻ കഴിയുക? ഈ ജീവിതത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ജീവിതം നിങ്ങളെ ചതിക്കുന്നതിലെ വസ്തുക്കൾ മാത്രമാണ്. ശരിയാണ്, ശരിയാണ്, ജീവിതമാണ് എന്നെ ചതിച്ചത്, എന്നെ ചതിച്ചത് ജീവിതമാണ്, മരണം എന്നെ ചതിച്ചിട്ടേ ഇല്ല. വളരെ ഗഹനമായി കേൾക്കണേ, എന്നെ ചതിച്ചത് എന്റെ ജീവിതമാണ്, മരണം എന്നെ ചതിച്ചിട്ടേ ഇല്ല. എന്നെ ചതിച്ചത് എന്റെ ജീവിതത്തിലെ കൂട്ടുകാരനാണ്, മരണമെന്ന കൂട്ടുകാരൻ എന്നെ ചതിച്ചിട്ടില്ലല്ലോ. വരാമെന്ന് പറയുന്ന സമയത്ത് വരാതെ എന്നെ കബളിപ്പിച്ചത് എന്റെ ജീവിതത്തിലെ കൂട്ടുകാരനാണ്, പക്ഷേ മരണം എന്നെ ചതിച്ചില്ലല്ലോ. വരാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ മരണം വന്നല്ലോ, കാത്തിരുമ്പോ തന്നെ മരണം വന്നല്ലോ. ഒരു നിമിഷം പോലും മരണം പിന്തിയില്ലല്ലോ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു നിമിഷം പോലും പിന്തിയിട്ടുമില്ല, ഒരു നിമിഷം പോലും മുന്തിയിട്ടില്ല. മരണം നമ്മെ ചതിക്കില്ല സഹോദരങ്ങളെ, സഹോദരിമാരെ. നമ്മെ ചതിക്കുന്നത് ജീവിതമാണ് എന്നെ ചതിച്ചത്, ഭാര്യയാണ് എന്നെ ചതിച്ചത്, ഭർത്താവാണ് എന്നെ ചതിച്ചത്. ജീവിതത്തിൽ പ്രിയങ്കരിയായി ഞാൻ പാതിയായി, ജീവന്റെ പാതിയായി കൊണ്ടു നടന്ന ഭാര്യയാണ് എന്നെ ചതിച്ചത്, ഞാൻ വിശ്വസിച്ചു നടന്ന ഭർത്താവാണ് എന്നെ ചതിച്ചത്, എന്റെ മക്കളാണ് എന്നെ ചതിച്ചത്, എന്റെ മാതാപിതാക്കളാണ് എന്നെ കയ്യിലിട്ട് കളഞ്ഞത്. അല്ലാഹുവേ, അല്ലാഹുവേ, കൂട്ടുകാരാണ് എന്നെ ചതിച്ചത്, വീട്ടുകാരാണ് എന്നെ ചതിച്ചത്, കൂടപ്പിറപ്പുകളാണ് എന്നെ ചതിച്ചത്. മരണം എന്നെ ചതിച്ചിട്ടേ ഇല്ല, എന്റെ മക്കളാണ് എന്നെ ചതിച്ചത്. ഞാൻ താരാട്ടുപാടി വളർത്തിയ മക്കളല്ലയോ എന്നെ ചതിച്ചു കളഞ്ഞത്. ഈ ദുനിയവിയായ ജീവിതം ചതിയുടേതാണ്, ചതിയുടേതാണ്. പിന്നിൽ നിൽക്കുന്ന അമ്മയെ അടുക്കളപ്പുറത്ത് നിന്ന് പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി മലന്നു വീഴുന്ന അമ്മയുടെ മാറിടത്തിൽ കാലുകുത്തി വെച്ച് കാല് കുത്തിപ്പിടിച്ച് അമ്മയുടെ കരുത്തിൽ ഷാള് മുറുക്കി കൊടുക്കൊലപ്പെടുത്തുമ്പോ മരിച്ചു വീഴുന്ന അമ്മയെ വലിച്ചു കൊണ്ടുപോയി സ്വയം കുടിച്ചു കുടിയിൽ മണ്ണെണ്ണ വിടിച്ച് കത്തിച്ചാമ്പലാക്കുമ്പോ ആരാണ് സഹോദരങ്ങളെ ഈ ചെയ്തത്? ക്രിമിനലല്ല. ആ മാതാവിന്റെ മാറിടത്തിൽ കാലുകുത്തി നിൽക്കുമ്പോ ആ മാറിടത്തിൽ നിന്നല്ലേ അവൻ അമ്മിഞ്ഞപ്പാല് കുടിച്ചത്. അവൻ ആദ്യം കുടിച്ച അമ്മിഞ്ഞപ്പാല് ഉമ്മാന്റെ മുലപ്പാലിലായിരുന്നല്ലോ. അവിടെ നിന്നല്ലേ അവൻ വിശന്നപ്പ വാരി കുടിച്ചത്. അവിടെ നിന്നല്ലേ അവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടന്നപ്പ് കരഞ്ഞപ്പോ ഉമ്മ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ അവന് പാല് ചുരത്തി കൊടുത്തത്.
ആ മാസിയത്തിന് വിശന്നപ്പുറക്കെ അവൻ കുടിച്ചത് ആ കുജകുംഭങ്ങളിൽ നിന്നാണ്. അവിടെ കാല് മുട്ടിപ്പിടിച്ച് അവൻ അമ്മയുടെ കഴുത്തിൽ ഷാള് മുറുക്കി കൊല്ലാൻ പോകുമ്പോ അമ്മ അവസാനം വിളിച്ചതും മോനെ എന്നായിരുന്നുവല്ലോ. അമ്മയുടെ കഴുത്തിലാണ് ഷാള് മുറുക്കിയത്. ആ അമ്മയുടെ കഴുത്തേരെന്നറിയോ? ആദ്യമായി ഊഞ്ഞാല് കെട്ടി നമ്മൾ ആടിയത് ഉമ്മാന്റെ കഴുത്തിലാണ്. എന്റെ ആദ്യത്തെ ഊഞ്ഞാല് മാവിൻ കൊമ്പിലല്ല, എന്റെ ആദ്യത്തെ ഊഞ്ഞാല് പ്ലാവിന്റെ കൊമ്പിലല്ല, എന്റെ ആദ്യത്തെ ഊഞ്ഞാല് പാർക്കിലല്ല. ഞാൻ ആദ്യമായി ഊഞ്ഞാല് കെട്ടിയാടാടിയത് എന്റെ ഉമ്മാന്റെ കഴുത്തിലാണ്. കുഞ്ഞിളം കൈകൾ കൊണ്ട് ഉമ്മാന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഊഞ്ഞാലാടിയ കഴുത്തിൽ തന്നെ ഷാളിട്ട് മുറുക്കുമ്പോ സഹോദരങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളാണ് എന്നെ ചതിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കുന്ന ചില വസ്തുക്കൾ മാത്രമാണ്. മരണം നിങ്ങളെ ചതിക്കില്ല സഹോദരങ്ങളെ. മരണമാണ് കൃത്യസമയത്ത് ചതിക്കാതെ കാത്തിരിക്കുമ്പം വരുന്നത് മരണമാണ്. ആ മരണത്തിന് പിന്തലില്ലല്ലോ. കലാമണ്ഡലം ഗീതാനന്ദന പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിന്റെ കലയരങ്ങിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. കഥകളിയുടെ ലാസ്യഭാവങ്ങളെ തന്റെ മുഖത്തിന്റെ നവരസങ്ങൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത കേരളം കണ്ട മഹാനായ കഥകളിക്കാരനാണ് കലാമണ്ഡലം ഗീതാനന്ദൻ. ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജിൽ അദ്ദേഹം കഥകളി ആടിക്കൊണ്ടിരിക്കുമ്പോ ആടി അദ്ദേഹത്തിന്റെ കലാരൂപത്തിൽ പ്രേക്ഷകര് മുഴുവനും മനസ്സൊടുക്കി നിന്നപ്പോ കലാമണ്ഡലം ഗീതാനന്ദ കലാലോകത്തിന്റെ മാസ്മരീക പ്രതിഭ തന്റെ ആട്ടത്തിന്റെ ഇടയിൽ രണ്ട് കൈ കൂപ്പി അദ്ദേഹം നിലത്തേക്ക് തൊട്ടു. ആളുകൾ വിചാരിച്ചു അദ്ദേഹം വേദിയെ അനുഗ്രഹിക്കുന്നതാണെന്ന്, അദ്ദേഹം വേദിയോട് അനുഗ്രഹം തേടുന്നതാണെന്ന്. ഈ ഒരകലത്തിന് കാത്തു നിന്നവർക്ക് പോലും മനസ്സിലായില്ല. ആ മനുഷ്യൻ ആടിക്കൊണ്ടിരിക്കുമ്പോ മരണത്തിന്റെ ദൂതൻ വന്നെന്ന് അടുത്തിരിക്കുന്നവർക്ക് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹൽഖൂർ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. സൂറത്തുൽ വാഖിഅല്ലേ എപ്പോഴും ഓതുന്നതല്ലേ. മരണദൂതൻ അതിന് അടുത്ത് വന്ന് നിന്നിട്ടും വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾക്കൊരാൾക്ക് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. കലാമണ്ഡലം ഗീതാനന്ദൻ കൈകൂപ്പി താഴേക്ക് വീണു. ഇതുപോലെ കണ്ടു നിന്നവര് വിചാരിച്ചു അദ്ദേഹം സ്റ്റേജിനെ വന്നിക്കുകയാണെന്ന്. കുഴഞ്ഞു വീണപ്പെടാണ് അറിഞ്ഞത് മരണമാ മനുഷ്യനെ കുത്തിപ്പറിച്ചു പോയെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഓർക്കുക, നിഴല് പോലെ കൂടെ നടക്കുന്ന ചൈക്കാത്ത മരണത്തെ ഓർമ്മിപ്പിക്കുക. 25 മിനിറ്റ് പ്രസംഗിക്കാനുള്ള ഡീറ്റെയിലും എഴുതിയ പേപ്പറുമായിട്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഉരുക്കു ശക്തിയായി മാറിയ ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസംഗിക്കാൻ കയറിയത്. ആർക്കറിയാം, അഹമ്മദ് കബീർ ബാക്കവി പ്രസംഗിച്ച് അവസാനിപ്പിക്കുമോ അതല്ല വാക്കുകൾ ഇവന്റെ തൊണ്ടയിൽ കുടുങ്ങുമോ? ആരും അറിയാതെ ഇവിടെ കുഴഞ്ഞു വീടുമോ? ജീവിതം എന്ന് പറയുന്ന കോമാളിയുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ ഈ APJ അബ്ദുൽ കലാം 25 മിനിറ്റ് പ്രസംഗിക്കാനുള്ള കുറിപ്പുകളും എഴുതിയിട്ടാണ് കയറി നിന്നത്. പാതിവടിയിൽ കുഴഞ്ഞ് താഴേക്ക് വീടുമ്പോ താൻ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയത് പോലും പറഞ്ഞു തീർക്കാൻ കഴിയും. മരണം തന്നെ കൊത്തിപ്പറിക്കുമെന്ന് APJ അബ്ദുൽ കലാമിനെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോ റാവൽപിണ്ടിയുടെ പൊതുതെരഞ്ഞെടുപ്പ് യോഗത്തിനാണ് ബോംബ് സ്ഫോടനത്തിൽ തകർന്നു പോകുന്നത്. ബേനസീർ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 5 മിനിറ്റ് BBC റെക്കോർഡ് ചെയ്ത് കാണിച്ചത് എങ്ങനെയെന്നറിയോ? വാഹനം വന്ന് നിൽക്കുന്നു, റാവൽപിണ്ടിയിൽ കൂടി നിൽക്കുന്ന അനുയായികൾ നേതാവിനെ ജയിലിലിരിക്കുന്നു. ആ കാറിലിരുന്ന് പൊതുതെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മിസ്സിസ് ബേനസീർ ഭൂട്ടോ, സുന്ദരിയായ ബേനസീർ ഭൂട്ടോ തന്റെ ബാഗ് തുറന്നിട്ട് ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിലേക്ക് വെക്കുന്നു. മുഖത്ത് വസ്തുക്കൾ തേച്ചിട്ട് കണ്ണാടിയിൽ തന്റെ മുഖം നോക്കുന്നു. അപ്പോഴും ബേനസീറിന് അറിയില്ലല്ലോ ഈ കാണുന്ന ചുണ്ടുകളും മാംസ കഷണങ്ങളായി ചിതറിത്തെറിക്കുമെന്ന്. 2 മിനിറ്റ് കഴിഞ്ഞാൽ
തന്റെ ശരീരം ഈ തലച്ചോറ് റോഡിൽ ചിതറുമെന്ന് ഈ കണ്ണാടിയിൽ കണ്ട മുഖം ഇനി ഒരിക്കൽ കൂടി ഇതേപോലെ കാണാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹു ലോകത്തോട് പറഞ്ഞ ഏറ്റവും പരമപ്രധാനമായൊരു കാര്യം, ഈ ജീവിതമൊന്നും ഒരു ജീവിതമല്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവനാണ് മരണത്തെ സൃഷ്ടിച്ചത്, അവനാണ് ജീവിതത്തെ സൃഷ്ടിച്ചതെന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം ഒരു ജീവിതമായിട്ട് പരിഗണിച്ചിട്ടില്ല. ഒരർത്ഥത്തിൽ ഒന്നുകൂടി വിശാലമായിട്ട് പറഞ്ഞാൽ, ഒരർത്ഥത്തിൽ ഒന്നുകൂടി വിശാലമായിട്ട് പറഞ്ഞാൽ, ഈ ജീവിതത്തെ എങ്ങനെയാണ് ജീവിതമായി പരിഗണിക്കുക? ആഗ്രഹിച്ചതൊന്നും നേടാത്ത ജീവിതം, മോഹിച്ചതൊന്നും കിട്ടാത്ത ജീവിതം, കടങ്ങൾ തലയിൽ വീണ ജീവിതം, രോഗങ്ങൾ അസ്വസ്ഥത ബാധിച്ച ജീവിതം, മനപ്രയാസം മാറാത്ത ജീവിതം, ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത ജീവിതം, ഇതെങ്ങനെയാണ് ജീവിതമാവുക? ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ കിട്ടണ്ടേ, നമ്മൾ കൊതിച്ചതൊക്കെ കൈവെള്ളയിലെത്തണ്ടേ, രോഗങ്ങൾ മാറി നിൽക്കണ്ടേ. എല്ലാം കയ്യിലുണ്ടായിട്ടും രോഗം എന്നെ തിന്നാൻ അനുവദിക്കുന്നില്ലല്ലോ. കോടികൾ ബാങ്കിലുണ്ടായിട്ടും രോഗം എന്നെ വെള്ളം കുടിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സഹോദരാ, ജീവിതമെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച ജീവിതമോ? ജീവിതമെന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ജീവിതമല്ല ജീവിതം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, മരണശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അവിടെ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്കുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. അവിടെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിൽ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ മരണശേഷമുള്ള സ്വർഗ ജീവിതത്തിൽ രോഗങ്ങളില്ല, കടങ്ങളില്ല, പ്രയാസങ്ങളില്ല, ദുഃഖങ്ങളില്ല, ആകുലതയില്ല. നിന്റെ കണ്ണിലൂടെ ഒരു തുള്ളി കണ്ണീര് പോലും നീ ഒഴുക്കണ്ട. അവിടെ നിനക്ക് ഞാൻ ജീവിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകളുടെ താഴ്ഭാഗത്തുകൂടി കാലിൽ കിടക്കുന്ന സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ തടം തല്ലിയാത്തൊടുകുന്ന കൊച്ചരുവികളുണ്ടവിടെ, ഒറ്റമുത്തിനാളുള്ള വീടുണ്ടവിടെ, സുന്ദരിയായ പെൺകുട്ടിയുണ്ടവിടെ, ഊഞ്ഞാലാട്ടാൻ തോഴിമാരുണ്ടവിടെ, ആഗ്രഹിച്ച പഴങ്ങളുണ്ടവിടെ, സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലുണ്ടവിടെ. അവിടെ നിന്നെ മനസ്സുകൊണ്ട് കുറ്റപ്പെടുത്താൻ പോലും ഒരാളും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ സഹോദരാ, സഹോദരി, ഈ ദുനിയാവിന്റെ ആഗ്രഹത്തോടും ഈ ഭൂമിയോടുള്ള പ്രണയത്തോടും വിട പറയുക. എന്നിട്ട് അല്ലാഹുവിന്റെ മരണശേഷമുള്ള ലോകത്തിന് വേണ്ടി ഒരുങ്ങുക. ഈ ദുനിയാവിലെ പ്രയാസം ഒരു പ്രയാസമല്ല, ഇവിടുത്തെ പട്ടിണി ഒരു പട്ടിണിയല്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസം വന്നാലും അല്ലാഹുവേ, 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 ഈ ഭൂമിയിൽ എന്ത് വന്നാലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എന്നെ ആഖിറം എനിക്ക് നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. എന്റെ പരലോകം എനിക്ക് നഷ്ടമാക്കല്ലേ തമ്പുരാന്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല ഒരു സംഭവം പറയുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ഇങ്ങനെ പറയാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാ സ്ഥലം. നിങ്ങൾ നന്നായിട്ട് പറഞ്ഞാൽ ഞാൻ വാളും പറയും. ഇപ്പം ദലിത് സാഹിബാണ് വിളിച്ച് എല്ലാവരും പറഞ്ഞു, ഉസ്താദെ കുറേ നേരം പ്രസംഗിക്കണോ? എന്നോട് പറഞ്ഞത് 9 മണിക്ക് പ്രസംഗം തുടങ്ങും, 10:30 ആകുമ്പോൾ തങ്ങൾ വന്ന് ദുആ ചെയ്യും, അപ്പോൾ പോകാമെന്നാണ്. പോവാണോ? ഇൻഷാ അല്ലാഹ്. എൻ്റെ വലിയ സുഹൃത്താണ്, മസ്കറ്റ് KMCCയുടെ പ്രസിഡന്റാണ്, തളിപ്പറമ്പ് സ്വദേശിയാണ്. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. നല്ലൊരു ദീനീ പ്രവർത്തകനാണ്, ദീനീ സേവകനാണ്, ദീനീ സ്നേഹിയാണ്.
പണ്ഡിതന്മാരോട് വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളുമാണ്. അള്ളാഹു ആ ബന്ധങ്ങളെ നിലനിർത്തി തരട്ടെ. എല്ലാവരും പോവാം. ശരി. അടുത്ത ജമാഅത്ത് ഭാരവാഹികളൊക്കെ ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്. ഒരു 2 വർഷമായിട്ടൊരു ഡേറ്റ് ചോദിക്കുന്നതാണ്, എന്നാണ് കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല, വലിയ തിരക്ക് അഭിനയിക്കലുമല്ല, പിന്നെ ജീവിതം നമ്മളെ തിരക്കാക്കും. അപ്പോൾ ഈ ഡേറ്റ് തരാൻ പറ്റാത്ത ആളുകളൊന്നും പിണങ്ങരുതെന്ന് ഓർമ്മിപ്പിക്കാണ്ട്. സൗഹൃദ ബന്ധം ഡേറ്റിൻ്റെ മുകളിലാണ് വരും. ഇന്നിപ്പോൾ ബായാറെന്ന് വന്ന് ഡേറ്റ് ചോദിച്ചു, അപ്പുറത്തുമൊക്കെ ചോദിച്ചു, എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ സൗഹൃദ ബന്ധങ്ങളെ, സ്നേഹത്തെ ഒരു ഡേറ്റ് അദ്ദേഹം ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് പറഞ്ഞില്ലാതാക്കരുത്. മാത്രമല്ല, ഞാനിപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ പുറകിലാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഈ ഭൂമിയിലൊക്കെ ജീവിച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് വരുന്ന ആളുകൾ അറിയണ്ടേ? വേണ്ടേ? നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം. നമ്മൾ ഖുർആൻ്റെ പ്രചാരകരാവണം. ഖുർആൻ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം ലോകത്തിൻ്റെ മുമ്പിൽ പരത്തി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകണം. അപ്പോൾ എന്നോട് പറഞ്ഞത് 9 മണിയാകുമ്പോൾ പുസ്തകം പ്രസംഗം തുടങ്ങില്ല, 8:30 തുടങ്ങുക, 10:30 തങ്ങൾ വരെ പുസ്തകം നിർത്താം, ലാസ്റ്റ് ദുആ തങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നേരെ തിരിഞ്ഞിട്ട് പണ്ടൊരു തീപ്പെട്ടി ഉണ്ട്, ഉൾട്ടാ പുൾട്ട. അങ്ങനെയാണ് ആ തീപ്പെട്ടിയുടെ പോകുള്ള കവറിൻ്റെ പേരെങ്ങനെയാണ്, 2 സിക്കുകാരെ തല കൊടുത്തിട്ട് 2 തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കും. ഉൾട്ടാ പുൾട്ട എന്നാണ്. നേരെ തിരിയുക എന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ നേരെ തിരിഞ്ഞ് തങ്ങൾ ഇടയ്ക്ക് വന്ന് ദുആ ചെയ്തു പോയി. ലത്തീച്ച എന്നെ വിളിച്ചിട്ട്, ഉസ്താദ് കുറേ നേരം പ്രസംഗിക്കണോ? ഇപ്പം എന്താ ചെയ്യുക? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഏതായാലും ഞാനൊരു 10:45 വരെ പ്രസംഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പോരെ? മാഷാ. സുബൈ വരെയാ? വീട്ടിൽ ഭാര്യയോട് പണങ്ങിയിട്ട് വന്നാണ്, ഇന്ന് പോവില്ല എന്ന് പറഞ്ഞു. സുബൈ വരെ പ്രസംഗിക്കാം. വീട്ടിൽ എന്തോ അടക്കമൊക്കെ കൂടി ഇറങ്ങിയാന്ന് തോന്നുന്നു. ശ്രദ്ധിച്ച് കേക്ക്. ഇപ്പം ഏതാണ്ട് നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞു, 1.25 മണിക്കൂറായി. നമ്മൾ ആ സ്പീഡിൻ്റെ ഉള്ളിൽ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ചില സദസ്സ് എങ്ങനെയാണ്, മനസ്സുകൊണ്ടൊരു വലിയ സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല പ്രസംഗിക്കും. മനസ്സിനൊരു റാഹത്തില്ലെങ്കിൽ പിന്നെ ഉഴപ്പിട്ട് പോകും. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ. യാത്രകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. നമ്മളൊന്നും മലക്കുകളൊന്നും അല്ലല്ലോ. ചിലപ്പോൾ ഭാര്യയോട് പിണങ്ങിയിട്ടായിരിക്കും വരിക. വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വാതിന് മുമ്പ് അവർ ചോദിക്കും, പെണ്ണുമ്പളെ മക്കളൊന്നും വേണ്ട, ഇങ്ങനെ വാത് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കും. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കി തരട്ടെ. സഹോദരങ്ങളെ കൊണ്ട് ഇൻഷാ അല്ലാഹ് 10:45 കൂടിയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക്, ഞാൻ വീണ്ടും 2-2.5 മണിക്കൂർ ഏതായാലും നമുക്ക് പ്രസംഗിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം, ഒരാൾ നന്നാവാൻ, മാറ്റമുണ്ടാകാൻ വലിയ പ്രസംഗമൊന്നും വേണ്ട. ഈ ഒരൊറ്റ പരമാർത്ഥത്തെ അവൻ തിരിച്ചറിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. ഞാൻ നിങ്ങളോടൊരു സംഭവം പറഞ്ഞു തരാം. ആളുടെ പേരൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല. രഹസ്യമായിട്ടും ചോദിക്കരുത്, പരസ്യമായിട്ടും ചോദിക്കരുത്. ഓക്കെ? ഞാൻ ഈ പറയുന്ന സംഭവത്തിലെ ആളുകളുടെ പേര് നിങ്ങൾ എന്നോട് പരസ്യമായിട്ടും ചോദിക്കാൻ പാടില്ല, രഹസ്യമായിട്ടും ചോദിക്കാൻ പാടില്ല. എന്തിനാണ് വലിയ പ്രസംഗമൊക്കെ? ഒന്നും വേണ്ട. കോടീശ്വരനായ തന്റെ ബിസിനസ് സാമ്രാജ്യവുമായി വിദേശത്ത് ശീതീകരിച്ച റൂമിൽ റിവോൾവിംഗ് ചെയറിൽ സുന്ദരികളായ പെൺകുട്ടികളെ PA-മാരായി നിശ്ചയിച്ച് സുഖത്തിന്റെയും ആഡംബരത്തിന്റെയും പാരമ്യതയിൽ ആറാടിക്കളിക്കുന്ന, സുഷുപ്തിയിൽ ആറാടുന്ന ഒരു ചെറുപ്പക്കാരനായ ബിസിനസ്സുകാരൻ. ഈ കേരളക്കാരനാണ്, മലയാളിയാണ്. അദ്ദേഹത്തെ കാണാൻ ഈ കേരളത്തിൽ നിന്നൊരു മതപ്രബോധകനെത്തിയ ഒരു പണ്ഡിത സുഹൃത്തു. അദ്ദേഹത്തെ കാണാൻ ഓഫീസിൽ ചെന്നു. വലിയ തിരക്കാണ്. വെളിയിൽ ആളുകളൊക്കെ കാത്തു നിൽക്കാൻ. ചില വലിയ കോടീശ്വരന്മാരെ, മുതലാളിമാരെ ഒരു വിനോദമാണ് കാണാൻ വരുന്നവരെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളൂ. ഒരു തിരക്കുണ്ടാവില്ല. ഓഫീസ് നന്നായിട്ട് പണിതിടുക, വെളിയിൽ വെറുതെ ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക. ചില ആളുകളുടെ ഒരു വലിയ ക്രൂര വിനോദമാണിത്. വെറുതെ ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ വലിയ പാടാൻ, കാണാൻ വലിയ പാടാൻ. പള്ളിക്കമ്മറ്റി എങ്ങാനും ഉറൂസിന്റെ കാര്യം പറയണമെങ്കിൽ അവന്റെ വീടിന്റെ ഗേറ്റിൽ പോയി പിന്നെ കാത്തു നിൽക്കണം. പള്ളിക്കലെ ഖത്തീബ്, ഇമാമത്ത് നിൽക്കുന്ന ഖത്തീബ്, ഖുത്ബ നിർവഹിക്കുന്ന ഖത്തീബ് ആരാണെങ്കിലും ഒരു മഹല്ലിലെ ഏറ്റവും പ്രഥമ പരിഗണനീയവനും പ്രഥമമായി ബഹുമാനിക്കപ്പെടേണ്ടതും നമ്മുടെ ഇമാമിനെയാണ്.
അപ്പോൾ ഇമാം ഉസ്താദ് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കുകയല്ല, ഞാനൊരു പള്ളിയിൽ ഇമാമ് തന്നെയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ പ്രസിഡന്റാണ്. ഒരു മഹലിൻ്റെ ഏറ്റവും ആദരിക്കപ്പെടേണ്ട മഹാവ്യക്തിത്വം നമ്മുടെ ഇമാമിങ്ങളാണ്. ഉറൂസിന്റെ കാര്യം പറയാൻ പോയാ, യത്തീംഖാനയുടെ കാര്യം പറയാൻ പോയാ, അവന്റെ വാതിലിന്റെ മുമ്പിൽ പോയി കാത്തു നിന്ന്, പിന്നെ സെക്യൂരിറ്റി തന്ന് വാതിൽ തുറന്ന്, പിന്നെ അകത്ത് കയറി അപ്പോയിന്റ്മെന്റ് കിട്ടി പറയും. അവസാനം പറയും ഇപ്പോൾ ഇത്തിരി ടൈറ്റിലാണ്, പിന്നെ വരി. ഇതൊരു വിനോദമാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വലിയ വിനോദത്തിൽ നിന്ന് വളരെ വിനയത്തിലേക്ക് മാറി എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു വലിയ ഒരു കോടീശ്വരനാണ് നിങ്ങളുടെ ലത്തീച്ച. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശൈലിയില്ല. അദ്ദേഹത്തിൻ്റെ ആ വിനയവും ആ ഒരു അടുപ്പവുമാണ് ഞാനും അദ്ദേഹം തമ്മിലുള്ള സൗഹൃദം. അല്ലാതെ അദ്ദേഹം എനിക്ക് നോട്ട് കെട്ടൊന്നും തന്നിട്ടില്ല, അങ്ങനെ വിചാരിക്കാൻ വേണ്ട. അങ്ങനെയുള്ളവരെ നാം അഭിനന്ദിക്കണം. ഞാൻ പറഞ്ഞത് സമ്പത്തെന്ന് പറയുന്ന അള്ളാഹു തരുന്നതാണ്. നാളെ അത് ഊരി മാറ്റിയോ ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെ ദരിദ്രൻ നാളത്തെ കോടീശ്വരനാണ്, ഇന്നത്തെ കോടീശ്വരൻ നാളത്തെ ദരിദ്രനാണ്. ഇത് അള്ളാഹുവിന്റെ കയ്യിലാണ് ഖജനാവിന്റെ താക്കോൽ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആ മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് ഈ പ്രബോധകൻ പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. PA പോയിട്ട് പറഞ്ഞു, തിരക്കാണ്, ബോസിന് തിരക്കാണ്, സമയമില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോടൊരു 10 മിനിറ്റ് സംസാരിക്കണം. രണ്ടാമത് PA പോയി ചോദിച്ചപ്പോൾ റിവോൾവ് ചെല്ലിരുന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, സമയം വലിയ തിരക്കാണ്, അയാളോട് പറ്റൂല എന്ന് പറ. PA പോയിട്ട് പറഞ്ഞു പറ്റൂല. അദ്ദേഹം മൂന്നാമതും പറഞ്ഞു, ഒരു 5 മിനിറ്റ് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരണം. സുന്ദരിയായ പെൺകുട്ടി പോയി ചോദിച്ചു പറഞ്ഞു, പറ്റില്ല, എനിക്ക് അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റില്ല, ബിസിയാണ്, മൊയ്ലിയാരോട് പോവാൻ പറ, അയാൾക്ക് എന്ത് ജോലിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവസാനം പല പ്രാവശ്യം പറഞ്ഞു വിട്ടു, നിരാകരിച്ചു. പ്രബോധകനായ മഹാമനുഷ്യൻ തിരിച്ചു പോയില്ല. ഇത് വിക്ടർ യുഗോയുടെ കഥയല്ല, ഇത് ഷേക്സ്പിയറിന്റെ കഥയല്ല. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാര്, ജീവിതത്തിൽ തെറ്റിലൂടെ സഞ്ചരിക്കുമ്പോ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു മാറ്റം ഉണ്ടാവാൻ, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു മാറ്റം ഉണ്ടാവാൻ സഹോദര വേണ്ട ഒരു ഉപദേശമാണിത്. അവസാനം അദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോട് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. PA വീണ്ടും പോയിട്ട് പറഞ്ഞു, അയാൾ പോകുന്നില്ല, ഒരു വാക്ക് പറയാനുള്ള സമയം വേണമെന്നാണ് പറയുന്നത്. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോ എന്താണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് നശിച്ചതോടുകൂടി അങ്ങ് പോവുമല്ലോ, പറയാനുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പറ. പണ്ഡിതൻ അനുവാദം കൊടുക്കപ്പെട്ടു. അദ്ദേഹം നേരെ വന്ന് വാതില് തുറന്നു. ശീതീകരിച്ച റൂമിൽ സമശീതോഷ്ണ ഉപാധി സുഖദായകമായി നിൽക്കുന്ന റൂമിന്റെ ഉള്ളിൽ റിവോൾവിംഗ് ചെയറിൽ സുന്ദരികളായ പെൺകുട്ടികൾ PA-മാരായി നിൽക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിന് അധിപതിയായ ചെറുപ്പക്കാരന്റെ നേരെ ഈ പണ്ഡിതൻ വന്ന് വിരൽ നേരെ ചൂണ്ടിയിട്ട് റിവോൾവിംഗ് ചെയറിൽ കറങ്ങി അഹങ്കാരത്തോടെ നടന്ന ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു ദിവസം നീ മരിക്കും. വേറെ ഒന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞേ? അവന്റെ മുഖത്ത് ചൂണ്ടിയിട്ട്, എന്നോടും നിങ്ങളോടും മുഖത്ത് ചൂണ്ടിയിട്ട് പറയേണ്ട സത്യം, ഒരു ദിവസം നീ മരിക്കും. അത് പറഞ്ഞിട്ട് അദ്ദേഹം മെല്ലെ തിരിഞ്ഞു നടന്നു. വാതില് തുറന്ന് വെളിയിലേക്ക് പോയി. റിവോൾവിംഗ് ചെയറിന്റെ ചലനം പെട്ടെന്ന് നിന്നു. ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചാറ്റുളിയിട്ട് പിടിച്ചതുപോലെ അവന്റെ ഹൃദയം നൊന്തു. അവൻ ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞു, അവന്റെ ഞരമ്പുകൾ പിടച്ചു. ശരിയല്ലയാള് പറഞ്ഞത്, നാളെ ഒരു ദിവസം ഞാൻ മരിക്കില്ല, അദ്ദേഹത്തെ തിരിച്ചു വിളിക്ക്. PA-മാര് ഓടിപ്പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ബോസ് തിരിച്ചു വിളിക്കുന്നു. അദ്ദേഹം തിരിച്ചു വന്നു. ഒരു മിനിറ്റ് പോലും അനുമാനം കൊടുക്കാതിരുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ 1 മണിക്കൂറോളം ആ മനുഷ്യന് സമയം കിട്ടി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്താണ്? ആ പ്രബോധകൻ ചോദിച്ചു, മോനെ പറഞ്ഞത് ശരിയല്ലേ, നീ ഒരു ദിവസം മരിക്കില്ലേ, ഞാനൊരു ദിവസം മരിക്കില്ലേ? പോകുമ്പോൾ നിന്റെ ഈ കൂട്ടുകാരികൾ കൂടെ ഉണ്ടാകുമോ? നിന്റെ സമ്പത്ത് കൂടെ ഉണ്ടാകുമോ? 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് മണ്ണിന്റെ ഇടയിൽ മണ്ണിട്ട് മൂടിയിട്ട് തിരിച്ചു പോയാൽ നിന്റെ ഈ സമ്പത്തും അധികാരവും ഒക്കെ എവിടെയാണ് നിനക്ക് പ്രയോജനം ചെയ്യുക? ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിലേക്ക്, ആ ചെറുപ്പക്കാരന്റെ ചെവിയിലേക്ക് ആ മനുഷ്യന്റെ വേദാന്തം ആഴ്ന്നിറങ്ങിയപ്പോ പിന്നെ ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ മാറ്റം അതായിരുന്നു. പിന്നെ അയാൾ തന്റെ ശിഷ്ടകാലം മുഴുവനും ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത നന്മകൾ ചെയ്ത് 100 കണക്കിന് പള്ളികൾ നിർമ്മിച്ച്, തന്റെ സമ്പത്ത് കൊണ്ട് 100 കണക്കിന് അറബി കോളേജുകൾ നിർമ്മിച്ചു, 100 കണക്കിന് യതീംഖാനകൾക്ക് സഹായം കൊടുത്തു. അവസാനം 1000 കണക്കിന് മനുഷ്യരുടെ സാന്നിധ്യത്തിൽ പുഞ്ചിരി
ചിരിച്ചുകൊണ്ട് നിലാവ് പോലെ പുഞ്ചിരിക്കുന്ന മുഖവുമായി ആ മനുഷ്യൻ ഒരു 4-5 വർഷം മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മട പറഞ്ഞുപോയി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഒരാൾക്ക് മാറണോ, ഒരാൾക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാകണോ? വലിയ പ്രസംഗം വേണ്ട, അവനൊരൊറ്റ വാക്ക് മതി, ഒരേ ഒരു വാക്ക്. ആ ഒരു വാക്കാണ് അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നതെങ്കിൽ ചെറുപ്പക്കാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ. മക്കാ ചന്തയിലെ ചമ്മാടിയായിരുന്ന സിരകളെ ബലിഭരിക്കുന്ന രാത്രിയിൽ ഉക്കാവ ചന്തയിൽ പെൺകുട്ടികളുടെ കയ്യിൽ പിടിച്ച് ഉന്മാദ നൃത്തം ചവിട്ടിയ കാട്ടാളനായ ചെറുപ്പക്കാരനായിരുന്നില്ലേ ഖത്താബിന്റെ മകൻ ഉമർ? ഖത്താബിന്റെ മകൻ ഉമർ താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ കരയുമ്പോ ഉമ്മമാര് പറയും, മോളെ ദാ ഉമർ വരുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേട്ടാലും മക്കള് പോലും താരാട്ട് പാടിയിട്ട് ഉറങ്ങാത്ത മക്കള് പോലും പേടിച്ചരണ്ട് കിടന്നിറങ്ങിയ ആ നാട്ടിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ ഉമർ. ആ ഉമറിന്റെ ചരിത്രം എന്തെന്ന് നിങ്ങൾക്കോ? കോടിക്കണക്കിന് രൂപ പലിശ കൊണ്ട് സമ്പാദിച്ച കോടീശ്വരനായ ഉമർ, സുന്ദരി പെണ്ണുങ്ങളില്ലാതെ കിടന്നിറങ്ങാത്ത ഉമർ. ഈ ഉപ്പളക്കുന്നിന് വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കരോത്സുകരായ ചെറുപ്പക്കാരോട്, ആ ഉമർ ആരായിരുന്നെന്നറിയോ? ഉമറിന്റെ മസിൽ പവർ കണ്ടാൽ, ഉമർ കൈപൊക്കിയിട്ട് ഒരാളുടെ മുഖത്തടിച്ചാൽ അവന്റെ മുഖം പോലും തകർന്ന് തരിപ്പണമാകുമെന്നായിരുന്നു. ആരായിരുന്നു ഉമർ എന്നറിയോ? ഉമർ ഒരു ദിവസം മുസ്ലിം ആകുന്നതിന് മുക്കാവ ചന്തയിലേക്ക് പോയി. ആ ചന്തയിൽ പോയിട്ട് അവിടുത്തെ കച്ചവടക്കാരനോട് പറഞ്ഞു, എനിക്ക് 500 ദിർഹം വേണം, ഇപ്പോൾ എനിക്ക് 500 ദിർഹം തരണം. ആ സമയത്ത് ആ കച്ചവടക്കാരൻ പറഞ്ഞു, പത്രേ, ഞാൻ കച്ചവടത്തിന് കട തുറന്നിട്ടില്ല, രാവിലെയാണ് മദ്യപിക്കണം ഉമറിന്, എനിക്ക് 500 ദിർഹം വേണം. അയാള് കട തുറക്കുന്നതേയുള്ളൂ. അയാൾ പറഞ്ഞു, ഉമറെ, ഞാൻ കട തുറക്കുന്നതേയുള്ളൂ, 1 ദിർഹം പോലും എന്റെ കയ്യിലില്ല, കച്ചവടം നടക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നീ വാ, അപ്പൊ ഞാൻ നിനക്ക് 500 ദിർഹം തരാം. ഉമറ് കച്ചവടം തുടങ്ങിയില്ലല്ലോ, കട തുറന്നില്ലല്ലോ, എങ്ങനെയാണ് ഉമറെ ഞാൻ തരിക? എന്റെ ചെറുപ്പക്കാര് കേട്ടോളൂ, ഉമർ എന്ത് ചെയ്തു എന്നറിയോ? സ്വാഭാവികമായിട്ട് മനസ്സിലൊരൽപ്പം കനിവുള്ള മനുഷ്യൻ, കനിവില്ലാത്ത ഉമർ, സ്നേഹമില്ലാത്ത ഉമർ, വിട്ടുവീഴ്ചയില്ലാത്ത ഖത്താബിന്റെ മകൻ ഉമർ, ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനെ തുറന്നതല്ലേയുള്ളൂ, അല്പം കഴിഞ്ഞ് വരുമ്പോ കിട്ടുമല്ലോ എന്നോർക്കും. ഉമർ എന്ത് ചെയ്തു എന്നറിയോ? തന്റെ കയ്യിലിരിക്കുന്ന വാള് വലിച്ചൂരിയിട്ട് ആ മനുഷ്യന്റെ കഴുത്തിന് വെട്ടി. അയാളുടെ കഴുത്ത് വലത്തോട്ട് തിരിയുമ്പോ, എന്നിട്ടും കാട്ടാളനായ മനസ്സിന് സ്നേഹമില്ലാത്ത ഉമർ, മനസ്സ് കാരിരമ്പ് പോലെ ഉറച്ചുപോയ ഉമർ, ആ മനുഷ്യന്റെ വലത്തെ കൈയെടുത്ത് വെട്ടിച്ചിട്ട് അയാളുടെ കൊച്ചുവിരൽ, അയാളുടെ ചെറിയ വിരൽ വാളുകൊണ്ട് മുറിച്ചെടുത്തു. ആ മുറിച്ചെടുത്ത വിരൽ ഒരു മുള്ളിന്റെ ഉള്ളിൽ കുത്തിയിട്ട് തന്റെ കഴുത്തിന് മാലയാക്കിയിട്ട് ഉമറിന്റെ, ആ മനുഷ്യനെ അറുത്തെടുത്ത ചെറു വിരലിൽ നിന്ന് രക്തം ഉമറിന്റെ നെഞ്ചിലൂടെ ഒഴുകുകയാണ്. തൊട്ടടുത്ത കടയിൽ പോയിട്ട് പറഞ്ഞു, അടുത്ത കച്ചവടക്കാരനോട് എനിക്ക് 500 ദിർഹം തരണം, എവിടെ ദിർഹം എടുക്ക്. ആ മനുഷ്യൻ പേടിച്ചു വിറച്ചു പോയി. എന്തിനാണ് ചെയ്തതെന്നറിയോ? നോക്കുമ്പോ തന്റെ തൊട്ടപ്പുറത്തെ പീഡികക്കാരന്റെ ചെറുവിരൽ മുറിച്ചിട്ട് അവന്റെ ചെറുവിരലിന്റെ രക്തം ഉമറിന്റെ നെഞ്ചകത്തോടെ ഒഴുകുകയാണ്. തന്നില്ലെങ്കിൽ അടുത്തത് തൂങ്ങുന്നത് നിന്റെ ചെറുവിരലാണ് എന്ന് പറയാതെ പറഞ്ഞ ഉമർ അപ്പുറത്തെ കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് 500 ദിർഹം വാങ്ങിച്ചിട്ട് തിരിച്ചുപോയി. ഇതാരുടെ കഥയാ? എത്രയോ വയല് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, 500 ദിർഹം കൊടുക്കാത്തതിന് കടക്കാരന്റെ ചെറുവിരൽ മുറിച്ച് കഴുത്തിൽ ഉള്ളിൽ കുരുത്ത് മാല കെട്ടിത്തടന്ന ഉമറാൻ. ആ ഉമറിനെ മാറ്റിയതല്ല 2 മണിക്കൂർ പ്രസംഗമല്ലല്ലോ, 2 മണിക്കൂർ സെമിനാർ അല്ലല്ലോ, നടന്നു പോകുന്ന വഴിയിൽ സഹോദരിയായ ഫാത്തിമയുടെ ഖുർആനോദലല്ലയോ. ഫാത്തിമയിരുന്ന് ഖുർആനോദുകയാണ്. 2 വാക്ക്, ഉമറിന്റെ ഹൃദയത്തിലോട്ട് 2 അക്ഷരം പടന്നു കയറി. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന അറബി ഭാഷയിലെ 2 അക്ഷരങ്ങൾ അത് ചേർത്ത് വെച്ചിട്ട് ഈ ഫാത്തിമ എന്താണ് പറയുന്നത്? പക്ഷേ അത് ചേർത്ത് വെച്ചപ്പോ ഇതേവരെ കേൾക്കാത്ത ഒരു സൗന്ദര്യമുണ്ടല്ലോ. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ
ഈ ഖുർആൻ ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾ പരാജയപ്പെടാതിരിക്കാനാണ്. ഉമറിന്റെ ഹൃദയത്തിലേക്ക് ഖുർആന്റെ പ്രകാശം ചാട്ടുളി പോലെ ഇറങ്ങി. ഉമർ ചിന്തിച്ചു, ഞാൻ പരാജയത്തിലല്ലയോ, ഞാൻ ദുഃഖത്തിലല്ലയോ, ഞാൻ പലിശയിലല്ലയോ, ഞാൻ മദ്യപാനത്തിലല്ലയോ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് പരാജയപ്പെടാതിരിക്കാനാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉപ്പളക്കുന്നില ചെറുപ്പക്കാര് ലഹരിക്കടിമപ്പെട്ടു പോകാറ്, അശ്ലീലത്തിനടിമപ്പെട്ടു പോകാറ്, പെങ്ങളെ ലൈംഗികമായ ചേട്ടകൾക്ക് അടിമപ്പെട്ടു പോകാറ്, പീഡികക്കാരൻ ചോദിച്ചിട്ട് പൈസ കൊടുക്കാറ്, അവന്റെ ചെറുവിരൽ മുറിച്ചെടുത്തിട്ട് മുള്ളിൽ കൊളുത്ത് മാലയാക്കി നടത്തിയ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് രണ്ട് വാക്കുകളല്ലയോ. അതുകൊണ്ട് ഒരാൾക്ക് മാറ്റമുണ്ടാവണോ, അവൻ ജീവിതത്തിൽ നന്മയുടെ വഴിത്താറയിലൂടെ കടന്നു ചെല്ലണോ. അള്ളാഹു പറയുകയാണ്, അവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാവാൻ ഒരേ ഒരു ചിന്ത മാത്രം മതി. കന്നക തമൂതു ഗദാ, അടുത്ത ദിവസം ഞാൻ മരിക്കുമെന്ന് കരുതുക. ഈ ഭൂമിയുടെ സുഭിക്ഷതയ്ക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, ഇവിടെ അടിച്ചു പൊളിക്കാനല്ല ഞാൻ വന്നത്. ഇവിടെ പരമാവധി എന്റെ കാസർഗോഡ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അടിച്ചു പൊളിയൊരൽപ്പം കൂടുതലാണോ എന്ന് സംശയമുള്ളവരോട്, ഇതിന് നമ്മൾ വന്നതല്ലല്ലോ, ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നതല്ലല്ലോ, ഇവിടെ കൂത്താടാൻ നമ്മൾ വന്നതല്ലല്ലോ. ഇവിടെ എന്ത് പ്രയാസമുണ്ടായാലും ആഖിറത്തിൽ പ്രയാസപ്പെടുത്തല്ലേ അല്ലോ എന്ന് ഈ ദുനിയാവിനെ വലിച്ചെറിയാൻ, ഈ ദുനിയാവിന്റെ ദുഃഖത്തിന് പാമാക്യം കൊടുക്കാറ്, പരലോകത്തിന്റെ വിഹുലതയെ കുറിച്ച് ചിന്തിക്കാൻ, എനിക്കെന്റെ കയ്യിൽ എന്താണുള്ളത്, എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ എനിക്ക് ജീവിതത്തിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് ജീവിതത്തിൽ എന്നോർക്കാൻ. അത് കണ്ട് സഹോദരങ്ങളെ, ഈ ഭൂമിയോട് തലാക്ക് ചെല്ലുക, ഈ ദുനിയാവിനെ വലുതായി കാണാതിരിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഒരു ദിവസം പാതിരാത്രിയിൽ ഞാൻ ഹബീബായ നബി തങ്ങളുടെ കൂടെ ഉറങ്ങാൻ കിടന്നു. രാത്രിയിൽ ഞാനും എന്റെ പ്രവാചകൻ ഒന്നിച്ച് കിടന്നുറങ്ങവേ പാതിരാ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്നെ ഹബീബായ നബി തങ്ങളെ എന്റെ പരിസരത്ത് കാണാനില്ല. എനിക്ക് പേടിയായി, വിഹുലതയായി. രാത്രിയിൽ എന്റെ കൂടെ കിടന്നുറങ്ങാമെന്ന എന്റെ പ്രവാചകനെവിടെ, എന്നെ മുത്തുദൂതരെവിടെ, എന്റെ പ്രിയപ്പെട്ട ഹബീബെവിടെ? വിഹുലതയോടെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ ഹബീബായ നബി തങ്ങളെ കാണുന്നില്ല. ഞാൻ മദീന മുഴുവനും പരതി നോക്കി, അവിടെയെങ്ങും അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ എന്റെ മനസ്സിനൊരു എനിക്കൊരു സംശയമായി. ഞാൻ ഉറങ്ങിയപ്പോ അടുത്ത ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? പെണ്ണല്ലേ, പെണ്ണങ്ങനെയൊക്കെ വിചാരിക്കൂ. പലപ്പോഴും അങ്ങനെയാണ്. എന്നെ ഉറക്കി കിടത്തിയിട്ട് മറുഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? എത്ര സുന്ദരമായ ചരിത്രമെന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, പാതിരാത്രിയിൽ ആരും അറിയാതെ പൂച്ചയെ പോലെ ശബ്ദം കേൾപ്പിക്കാറ് എല്ലാ ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലും പോയി ഞാൻ നോക്കി. അവിടെയൊന്നും അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടില്ല. പിന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി. പാതിരാത്രി ഹബീബായ നബി തങ്ങളുടെ അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ? പരിഭ്രാന്തിയോടെ ഞാൻ അവിടേക്ക് നോക്കുമ്പോ പെട്ടെന്ന് പാതിരാ സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നത് പോലെ, ശൈശവദിശയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നത് പോലെ ഒരു കരച്ചിൽ കേട്ടു. പാതിരാ സമയത്ത് മദീനയിൽ ആരാണ് കരയുന്നതെന്നറിയാണ്. പള്ളിയുടെ വാതിലിലൂടെ ഞാൻ എത്തി നോക്കുമ്പോ ഫൈദാഹിയ റസൂലുള്ളാഹ്, അവിടെ അല്ലാഹുവിന്റെ റസൂൽ കിടന്ന് കരയുകയാ. ഹബീബായ നബി തങ്ങൾ റുക്കൂയിൽ കിടക്കുന്നുണ്ട്, കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടൊടുക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ സുജൂദിൽ കിടക്കുന്നുണ്ട്. ആ സുജൂദിൽ കിടന്ന് എന്തോ കണ്ട് പേടിച്ചതുപോലെ കരയുന്നുണ്ട്. അവസാന നിസ്കാരമൊക്കെ കിടന്ന് സുജൂദിൽ കിടന്ന് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. പാതിരാവിന്റെ നിശബ്ദതയിൽ എന്റെ പ്രിയ
പ്രിയപ്പെട്ട ഭർത്താവ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നതെന്നറിയാൻ ഞാൻ എൻ്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചു. ഞാൻ എൻ്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചു. അപ്പോഴാണ് ദുആ എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ഭാര്യ ഭർത്താവിന്റെ കഥയാണിത്. പാതിരാസയത്ത് ഭാര്യയോടൊത്ത് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങി. അവസാനം ഇടയ്ക്കെഴുന്നേറ്റ് പോയി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് കെട്ടപ്പെട്ട് ദുആ ചെയ്യുന്നവരെന്താ? ആയിഷ ബീവി പറയാ, ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചപ്പോ ആർക്കു വേണ്ടിയാണ് ഈ പ്രത്യേക സമയത്ത് ദുആ ചെയ്യുന്നത്? പ്രാണപ്രേയസിയായ ആയിഷയ്ക്ക് വേണ്ടിയാണോ? കരളിന്റെ കഷണമായ ഫാത്തിമയ്ക്ക് വേണ്ടിയാണോ? സഹോദരങ്ങളെ, പാതിരാവിന്റെ നിശബ്ദതയിൽ എഴുന്നേറ്റ് പോയി പള്ളിക്കുള്ളിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തതെന്തെന്നറിയോ? എന്റെ ഫാത്തിമയെ കാക്കണമെന്നല്ല, എന്റെ ആയിഷയെ കാക്കണമെന്നല്ല. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ. പടച്ചവനെ, മുഹമ്മദിനെ നീ ദരിദ്രനാക്കി ജീവിപ്പിക്കണേ അല്ലാ. ഇതുപോലൊരു ദുആ ഒരിക്കലും കേട്ടിട്ടില്ല. അല്ലാഹുവേ, മുഹമ്മദിനെ നീ ദരിദ്രനാക്കി ജീവിപ്പിക്കണേ അല്ലാ. ഇത് പറയുമ്പോ ആയിഷ ബീവി പറയാ, ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി. ഇനി എന്ത് ദാരിദ്ര്യമാണ് അനുഭവിക്കാനുള്ളത്? ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാത്ത ദാരിദ്ര്യമില്ല. പലപ്പോഴും ഹബീബായ നബി തങ്ങൾ വയറ്റിൽ ഇങ്ങനെ കൈ ചേർത്ത് പൊട്ടിപ്പിടിച്ചിട്ട് വന്നിട്ട് പറയും, ആയിഷ വിശക്കുന്നു മോളെ, വിശക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭർത്താവ് വയറ്റിൽ പൊത്തുപിടിച്ചിട്ട് വരുമ്പോ അടുക്കളയിൽ നോക്കിയിട്ടൊരു കാരക്കയുടെ പകുതി പോലും കിട്ടാറ് ഞങ്ങൾ ഭാര്യമാര് വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഭർത്താവ് വിശക്കുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ വരുമ്പോ ഒരു കാരക്കയുടെ പകുതി എടുത്തു കൊടുക്കാൻ അടുക്കളയിലില്ലാതെ ഞങ്ങൾ ഭാര്യമാര് എത്രയോ പ്രാവശ്യം ഏങ്ങി കരഞ്ഞിട്ടുണ്ട്. ഉപ്പളയിലെ പെങ്ങള് ഭർത്താവ് വന്നിട്ട് വിശക്കുന്നെന്ന് പറയുമ്പോ ഒരു നേരം കൊടുക്കാനില്ലെങ്കിലും അടുത്തൊരു നേരമെങ്കിലും കൊടുക്കാനുണ്ടല്ലോ. ഇത്രയേറെ ദാരിദ്ര്യം അനുഭവിച്ചൊരു കുടുംബത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ പറയുമ്പോ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുമ്പോ അടുത്തു വന്നിട്ട് പറയും, നിങ്ങൾ കരയണ്ട, ഞാനൊന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ പലപ്പോഴും ഇശാ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പോകുമ്പോ ഹബീബായ നബി തങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഉറങ്ങുന്നതെന്നറിയോ? താവിയാ, തന്റെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ചിട്ട് കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെയാണ് ഹബീബായ നബി തങ്ങളും ഭാര്യമാരും കിടക്കുന്നത്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നറിയില്ല. എന്നാണ് കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുകയാ. ഇബ്നു അബ്ബാസേ, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും എന്തിനാണ് അങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, വലാ തജിദ് ലഹും അശാ, അവർക്കൊരൊറ്റ ദിവസം പോലും അത്താഴം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല. പാതിരാ സമയത്ത് ഉറങ്ങുന്ന നേരത്ത് ഭക്ഷണം കഴിക്കാനില്ലാതെ വയറൊട്ടി കിടക്കുമ്പോ ഉറക്കം വരാതെ കാൽമുട്ടുകൾ പള്ളയിലേക്ക് ചുരുട്ടി കയറ്റി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഹബീബായ നബി തങ്ങളെയും ഭാര്യമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കുപ്പളയിലെ പെങ്ങളെ, നിനക്ക് ചിന്തിക്കാൻ കഴിയോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കിടന്ന് രാത്രിയിൽ കഴിക്കാൻ ഭക്ഷണമില്ലാതെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ഭാര്യമാരുടെ കൂടെ കിടന്ന പ്രവാചകനാണ് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. പടച്ചവനെ, നീ എന്നെ ദരിദ്രനാക്കണേ അല്ലാ. ആയിഷ ബീവി പറയാണ്, ഇനി എന്ത് ദാരിദ്ര്യമാണ് ഞങ്ങൾ അനുഭവിക്കാറുള്ളത്? ഞങ്ങളും ദാരിദ്ര്യത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് കാരണമെന്നറിയോ?
ഈ ജീവിതത്തെ ഒരു ജീവിതമായി ഖുർആൻ പരിഗണിച്ചിട്ടില്ല. ഇവിടെ എത്ര കഷ്ടപ്പെട്ടാലും അല്ലാഹുവിന്റെ പരലോകത്തെത്തുമ്പോ ചെറുപ്പക്കാരെ നമുക്ക് തല ഉയർത്തി നിൽക്കണ്ടേ. അതുകൊണ്ട് കള്ളിനോട് വിട, കഞ്ചാവിനോട് വിട, സിനിമയോട് വിട, ആഭാസങ്ങളോട് വിട, ഈ കാണുന്ന ദീനിന് നിരക്കാത്ത ആഭാസങ്ങളോട് വിട. ഇനി നമ്മൾ പുതിയ ചിന്തയിലേക്ക് നടന്നു പോവുക. ഈ ദുനിയാവ് സുഖിക്കാനുള്ളതല്ല, ഇത് ആസ്വദിക്കാനുള്ളതല്ല. പെങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ ആഡംബരത്തെ കൊതിക്കുന്നുവോ? നിങ്ങൾ ഇവിടെ ഹറാമുകളെ കൊതിക്കുന്നുവോ? അല്ലാഹുവിற்கு സമ്പത്ത് കിടക്കുമ്പോ കല്യാണത്തിന്റെ പേരിൽ കോടികൾ ആടിത്തിമിറുക്കുന്ന, കല്യാണത്തിന്റെ തലേ ദിവസം ഗാനമേള നടത്തുന്ന, മഞ്ഞ കല്യാണം എന്ന പേരിൽ ആഭാസത്തെ വാരി വിരത്തുന്ന ഉമ്മായും ഉപ്പായും പ്രായപൂർത്തിയായ മകളുമൊക്കെ മഞ്ഞ വസ്ത്രം ധരിച്ചു അല്ലാഹുവിന്റെ ദീനിന്റെ ഔറത്ത് പോലും സൂക്ഷിക്കാതെ വീഡിയോ ടെലികാസ്റ്റിംഗ് നടത്തിയിട്ട് കല്യാണം ആർഭാടമാക്കുന്ന പെങ്ങളെ, കല്യാണം ആർഭാടമാക്കുന്നവരെ മാറണ്ട മോനെ. ഓമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കുമേ. അതുകൊണ്ട് ഈ ആഡംബരത്തിനോട് വിട പറയണം, ഈ അനാശാസ്യത്തിനോട് വിട പറയണം. ഇതൊക്കെ പറയുമ്പോ മൂല്യാക്കന്മാര് മൂരാച്ചികളാ, വാക്കവിമാര് പ്രസംഗിക്കുന്നതെന്തിനാ? അവരുടെ മേല് കുതിര കയറാനാണ് ആൾക്കാർക്ക് താല്പര്യം. ആരൊക്കെ പറഞ്ഞാലും ഞങ്ങളിത് ചെയ്യുമെന്ന് പറയുന്നവരോട് സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നുവെങ്കിൽ കാറൂനിനെ ഓർക്കുക, കുടുംബത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നെങ്കിൽ അബൂലഹബിനെ ഓർക്കുക, സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നെങ്കിൽ കാറൂനെ ഓർക്കുക. തന്റെ സമ്പത്തിന്റെ ആഡംബരം കാണിക്കാൻ ആയിരക്കണക്കിന് കുതിരകൾ, കുതിരയുടെ മുകളിൽ സ്വർണ്ണ ഖജനാവുകൾ, പതിനായിരക്കണക്കിന് അനുയായികളുമായി തന്റെ നാട്ടിലൂടെ തന്റെ സമ്പത്തിന്റെ ആഡംബരം കാണിച്ച കാറൂൻ അവനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞുവത്രേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദര സഹോദരി, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ഏത് സമയത്തും നിങ്ങളെ വഞ്ചിച്ചു കളയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ ആയത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവൻ മരണത്തെ സൃഷ്ടിച്ചവനാണ്, വൽ ഹയാത്ത ജീവിതത്തെ സൃഷ്ടിച്ചവനാണ്. അപ്പൊ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. മരണത്തെ മുമ്പുള്ള ജീവിതം അല്ലാഹു പറഞ്ഞിട്ടേ ഇല്ല. കാരണം ഇതൊരു ജീവിതം അല്ല മനുഷ്യന്മാരെ. ഏത് അതൊക്കെ ഞാൻ പറയാം നിങ്ങൾ അടങ്ങിയിരിക്കേ, നിങ്ങൾ ബേജാറാവേണ്ടതൊക്കെ അതിൻ്റെ സന്മയത്വം പോലെ ഇൻഷാ അല്ലാഹ് പറയാം കേട്ടാ. അള്ളാഹു സ്വീകരിക്കട്ടെ. സംഘാടകർക്കൊരു ബേജാറുണ്ടല്ലോ സാധുക്കൾക്ക്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്. സ്ത്രീകൾ എവിടെ ഇരിക്കുക? എവിടെ? ബാക്കില. ഇപ്പൊ എല്ലാ സഹോദരിമാരും നമ്മുടെ മഹത്തായ ഉറൂസ് മുബാറക്കാണ്, മഹാന്മാരുടെ സാന്നിധ്യമുള്ള സദസ്സാണ്, നമ്മുടെ അവസാനത്തെ ദുആയാണ്. ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ഒരു നല്ല സദഖ ഇതിലേക്ക് നൽകുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരു നാടൻ വർത്തമാനം തന്നെ പറയാത്തത് വിഷയം അത്രയേറെ ഗൗരവമുള്ളത് കൊണ്ടാണ്. കഞ്ചാവിനെക്കുറിച്ച് പറയേണ്ട, ലഹരിയെക്കുറിച്ച് പറയേണ്ട, എല്ലാ തോന്നിയാസം അവസാനിക്കാൻ ഒരൊറ്റ ബോധം മതി, ഇതൊരു യഥാർത്ഥ ജീവിതം അല്ല. ആ ഒരു ബോധമുണ്ടായാൽ എല്ലാവരുടെ മനസ്സും മാറും. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് വാരി വലിച്ചു പറയുന്നതിലല്ല, അനിവാര്യമായ 3 ചിന്തകൾ ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എത്ര ചിന്തകൾ? 3 ചിന്തകൾ. ആ 3 കൂടെ പറയും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ തന്നെ 10 കഴിഞ്ഞു. ഇത് വിഷയമില്ല. ആ 3 കാര്യം എപ്പോൾ പറഞ്ഞു തീരുന്നു അപ്പോൾ നമുക്ക് നിർത്തിയാൽ മതി. പോരാ, നിങ്ങളിരിക്കൂലേ? ഞാൻ നേരത്തെ നിർത്തുന്നവർക്ക് പരാതി, ആ പരാതി അങ്ങ് തീരട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ, നല്ല സദസ്സ്. സഹോദരങ്ങളെ ഒത്തിരി പറയുന്നില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളോട്, എൻ്റെ ജീവിതം മാറണം, നിങ്ങളുടെ ജീവിതം മാറണം.
അള്ളാഹ് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കണം. അവസാനം മരിക്കണ നേരത്ത് നമ്മുടെ മയ്യത്ത് നോക്കിയിട്ട് ആളുകൾ പറയണം, ആ മുഖത്ത് എന്തോ ഒരു പുഞ്ചിരിയാണ്, മാഷാ അല്ലാഹ്, ആ മുഖത്ത് എന്തോ ഒരു ചിരിയാണ്. യഥാർത്ഥത്തിൽ ചിരിക്കേണ്ടത് മരിക്കുന്ന സമയത്താണ്. എൻ്റെ പൊന്നു സഹോദരിമാരെ, അതുകൊണ്ട് മനസ്സിനെ കുറച്ചൊക്കെ പിടിച്ചു നിർത്തി, മോഹങ്ങൾക്ക് കുച്ചുവലം കിടിയും. അതുകൊണ്ട് അനിവാര്യമായ 3 ചിന്തകൾ. എത്ര ചിന്തകൾ? നമ്മൾ ഉറങ്ങാണോ? പറഞ്ഞിട്ട് പോകുമ്പോൾ ഞങ്ങൾ സൂറത്തുൽ മുൽക്കിൻ്റെ 2 ആയത്ത് പഠിച്ചു. ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം എല്ലാത്തിൻ്റെയും അധികാരം അള്ളാഹ്ക്കാണ്. 2ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഈ ജീവിതം ഒരു ജീവിതമേ അല്ല, മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ആ ജീവിതത്തിലേക്ക് നടന്നു പോകണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റണം. അനിവാര്യമായ 3 ചിന്തകൾ ഉണ്ടാവണം. ആ 3 ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രാവർത്തികമാക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയും. അങ്ങനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞവരൊക്കെ ഒന്ന് കൈ പൊക്കണം. നോക്കട്ടെ, കൈയുള്ളവരൊക്കെ പൊക്കി 2 കൈയും പൊക്ക്. മാഷാ അല്ലാഹ്. താഴ്ത്തിയിട്ട് ഉറക്കം പോകാൻ വേണ്ടി ചെയ്ത വേറൊന്നുമില്ല അതിനകത്ത്. ഒന്ന് റീഫ്രഷ്മെൻറ്റ് ചെയ്താണ്, ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി. നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഓണാക്കുമ്പോൾ കാണൂല്ലേ റീഫ്രഷ്, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ ചിന്ത. അപ്പോൾ ആണുങ്ങൾക്ക് ബക്കറ്റ് ഇല്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള മുഷാഫത്ത ആള് ബിരുദന്മാരാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ബക്കറ്റ് പിരിവില്ല. അവസാനം എല്ലാവരും വന്നൊന്ന് മുസാഫത്ത് ചെയ്യണം. ഒരു നല്ല സദഖയാണ്. ഇൻഷാ അല്ലാഹ് വരൂലേ? അതാ സമയമാകുമ്പോൾ മുങ്ങൂ. ഇപ്പം നമ്മളൊക്കെ വാതിന് പോകുമ്പോൾ ബക്കറ്റിൻ്റെ മുകളിലൊരു വലിയ തുണി കെട്ടിയിട്ടൊരു ചെറിയ ഹോളാണ് ഇടുക. ഇപ്പോൾ ഞാൻ സകാടൊരു ചെന്താന്ന് അതങ്ങോട്ട് ഇടുകയേ ചെയ്യാവുള്ളൂ, വെളിയിലോട്ട് എടുക്കാൻ പാടില്ല. കാരണം ചില ആളുകൾ 50 അതിനകത്തിട്ടിട്ട് 100 തിരിച്ചെടുക്കും. വാതിൻ്റെ ഇടയിൽ ധാരാളം ആളുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു പേടിയുള്ള ആളുകളില്ല ഇപ്പോൾ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പേടിയില്ല. ഒന്നാമത് തെറ്റ് ചെയ്യുന്നവനല്ല. പണ്ട് നമ്മളെങ്ങാനൊരു തെറ്റ് ചെയ്താൽ നമ്മൾ സമ്മതിക്കുവാൻ, ഇപ്പം സമ്മതിക്കില്ല. പണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ മോശമായ ഫിലിമുകളുണ്ട്, എന്നതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ പോസ്റ്റർ എങ്ങാനും നോക്കി നിന്നാൽ വാപ്പ കണ്ടാ പിടിച്ചിട്ട് നീ എന്ത് വൃത്തികേടാ കണ്ട, വാപ്പ അടിച്ച് പൊതിച്ചു കളയും. വാപ്പാനോട് അല്ലാ വാപ്പ ഞാൻ കാണുകയോ ഇല്ല, അങ്ങനെയല്ലേ പറയൂ? അങ്ങനെയല്ലേ പറയൂ? നിങ്ങളെന്ത് മനുഷ്യന്മാരെ, ഇനി അതിന് ബുഖാരി ഓതണോ? അങ്ങനെയല്ലേ പറയൂ? ഉറപ്പാണ്. ഇപ്പോ ഫോണിൽ ഏതൊരു മോശമായ പിക്ചർ വന്നു. എന്തിനാണ് അത് കണ്ടതെന്ന് ചോദിച്ചാൽ അപ്പ കുട്ടി പറഞ്ഞത്, അള്ളാണ് വാപ്പ ഇത് ഞാൻ ഇട്ടതല്ല, ഇത് വേറൊരുത്തൻ്റെ കൂട്ടുകാരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ലൈക്ക് ചെയ്തപ്പോൾ അവൻ്റെ അതിനകത്ത് പറഞ്ഞ പിക്ചറൊക്കെ ഇതിനകത്ത് വന്നതാണ്. ഞാൻ അവനോട് എനിക്ക് അയക്കരുതെന്ന്, അള്ളാണ് ഞാൻ ചെയ്തതല്ല. ഇപ്പം തെറ്റ് ചെയ്താൽ സമ്മതിക്കില്ല. പണ്ട് കാലത്ത് തെറ്റ് ചെയ്താൽ സമ്മതിക്കും. കാരണം അള്ളാനെ പേടി വല്ലാതെ കുറഞ്ഞു വരികയാണ്. കുരുത്തക്കേട് കാണിച്ച കുട്ടിയല്ല പ്രതി, ആ കുട്ടിയെ അടിച്ച അധ്യാപകനാണ് പ്രതി. അല്ലേ? എല്ലാവരും തലയാട്ടുന്നു, ഉസ്താദെ എല്ലാം ശരിയാണ്, അവനാൻ്റെ മക്കളെ അടിച്ച അപ്പം കാണുകയും ചെയ്യാം. എന്നെ മദ്രസയിൽ ഒരിക്കലും ഉസ്താദ് അടിച്ചു. ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മയോട് പറഞ്ഞു അയാൾ ശരിയല്ല, മുസ്ലിയാർ ശരിയല്ല എന്ന് പറഞ്ഞു. ഉമ്മ ഒരെണ്ണം എൻ്റെ കഴുക്കത്ത് തിരിച്ചിങ്ങോട്ട് പോടാ മദ്രസ എന്ന് പറഞ്ഞു. ഇപ്പോഴെങ്ങാനും അതുകൊണ്ട് ആ മകൻ ഇന്ന് ഇങ്ങനെയായി. അടിച്ച ഉസ്താദാണ് പ്രതി, മോശം കാണിച്ച വിദ്യാർത്ഥിയല്ല. തെറ്റുകൾ സമ്മതിക്കാൻ ആരും തയ്യാറല്ല. അതാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കാൻ. അതൊന്നും തെറ്റല്ല. നമ്മൾ വേറൊന്നിനെ കീഴ്പ്പെട്ടു പോയി. നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് 24 മണിക്കൂർ ഈ വാട്സപ്പ്. ഒരു ഫോണും ഉണ്ട്. ആ ഫോണൊക്കെ ഒരു മുസല്ലയുടെ വലിപ്പം കാണും. അത് കൊണ്ടുവന്ന് നിസ്കരിക്കാൻ വേണ്ടി ഫോൺ കൊണ്ട് മുമ്പിലങ്ങ് ഇടും. പുറകെ കൈകെട്ടണ വേണ്ട ഏതോ പിള്ളേരുടെ മയ്യത്ത് നിസ്കാരം എന്ന് വിചാരിക്കും. ഇത് വാട്സപ്പ്. ആണുങ്ങൾക്ക് മുഴുവനും വാട്സപ്പിന്റെ ലഹരി, പെണ്ണുങ്ങൾക്ക് മുഴുവനും സീരിയലിന്റെ ലഹരി. അതിന്റെ രണ്ടിനെയും മുമ്പിലിരുന്നാൽ പിന്നെ അവർക്ക് സ്ഥലകാല ബോധമില്ല. റോഡ് മുറിച്ച് കിടക്കുമ്പോഴും ഇങ്ങനെ ഞെക്കിയാ പോവുക. വണ്ടി വന്ന് കയറിയാലും അറിയില്ല. ബസ് വന്ന് ഓണടിക്കാൻ നിങ്ങൾ നോക്കൂ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ ഡ്രൈവർ വരുന്നു,
സാമാന്യ സ്പീഡുണ്ട്. ഫ്രണ്ടിൽ റോഡ് സൈഡിൽ കിടന്ന ഒരു വണ്ടി നേരെ വട്ടം തിരിച്ചു. എൻ്റെ ഡ്രൈവർ നിർത്താതെ അടിച്ചിട്ടും അവൻ വട്ടം തിരിക്കാൻ അടുത്ത് വന്ന് ഒരു വ്യക്തി ചവിട്ടിയിട്ട് നോക്കുമ്പോൾ അവൻ ഒറ്റ കയ്യിലാണ്, ഇതിനകത്ത് മൊബൈലാണ്. ആലോചിച്ച് നോക്കി. ഹോണിങ്ങനെ ഞെക്കി പിടിച്ചോട്ട് അവ അറിഞ്ഞിട്ടില്ല ഒരു ലഹരിയാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞാൽ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം. സലാം പറയാൻ ആളില്ല. മയ്യത്ത് കണ്ടാൽ സലാമില്ല. ഈ ഞെക്കല് തന്നെ. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചാറ്റ് ചെയ്ത് നേരെ പോയി വീട്ടിൽ പോയി കയറി. അവൻ ഞെക്കി ഇങ്ങനെ പോയി നേരെ പോയി വീട്ടിൽ പോയി കയറി. ആ വീട്ടിൽ സീരിയൽ കണ്ടോണ്ടിരുന്ന പെണ്ണ് നേരെ ചായ ഇട്ടോണ്ട് ഇവന്റെ കൈ കൊണ്ട് കൊടുത്തു. പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. ഇവൻ ഞെക്കി പോയി നേരെ പോയി വീട്ടിൽ പോയി കയറി. ആ വീട്ടിൽ സീരിയൽ കണ്ട് ലഹരി മൂത്ത പെണ്ണ് ചായ ഇട്ട് അടുക്കളയിൽ പോയി, ഫ്രണ്ടിൽ ആണുങ്ങൾ വന്നപ്പോൾ അടുക്കളയിൽ പോയി ചായ ഇട്ട് കൊണ്ടുവന്ന് അവന്റെ കൈ കൊടുത്തു. ഇവൻ ഞെക്കി പോയി കയറിയത് ഇവന്റെ സ്വന്തം വീട്ടിലുമല്ല. അവള് ചായ ഇട്ട് കൊടുത്തത് സ്വന്തം ഭർത്താവിനുമല്ല. അവള് വിചാരിച്ചത് എന്റെ ഭർത്താവാണെന്നാണ്, ഇവൻ വിചാരിച്ചത് എന്റെ വീടാണെന്നാണ്. യഥാർത്ഥത്തിൽ ഇതാണ് ഒരവസ്ഥ അല്ലേ? നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയാൽ ആദ്യം എല്ലാവരും കണക്കാണ്. നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടി ആദ്യം മെസ്സേജ് വന്നോ ഇല്ലയോ? ഇത് നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തുകയാണ്. നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഉണ്ടോ? ഇല്ല. മയ്യത്ത് കണ്ടു കഴിഞ്ഞാൽ പണ്ടൊരു മരണ വീട്ടിൽ പോയാൽ അടുത്തു നിന്ന് മാറി നിന്ന് കരയും, അല്ലാഹുവേ നാളെ ഞാനും ഇതേപോലെ പോകേണ്ടതല്ലേ? ഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫയഖിം ബിഅന്നക ബഅദഹാ മഹ്മൂലു. പടച്ചവനെ നാളെ ഇതേപോലെ എന്നെയും കൊണ്ടുപോകുമല്ലോ. ഇത് മയ്യത്ത് കണ്ടു മാറി നിന്നിട്ട് ചിന്തിക്കാൻ സമയമില്ല. അതാണ് പുതിയ ലോകത്തിന്റെ ഏറ്റവും വലിയ വിശേഷം. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. മക്കളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ഭാര്യ അവള് പോട്ടെ, അടുത്ത് എനിക്ക് കിട്ടും. ഏതോ ഒരു ദർഗയ്ക്കടുത്തുള്ള കിണറ്റിൽ പൈസ ഇട്ടാൽ പൈസ ഇടുന്ന സമയത്ത് മനസ്സിൽ ഏത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കുമെന്നാരോ പറഞ്ഞു. ആ ദർഗയിലെ പൊട്ടക്കിണറ്റിൽ പോയി പൈസ ഇട്ടു. ഇടാൻ നേരത്തൊരു വലിയ കാര്യം മനസ്സിൽ വിചാരിച്ചു. അടുത്ത് ഭാര്യയുണ്ട്. ഭർത്താവിട്ട പൈസ എവിടെ വീണു എന്നറിയാൻ ഭാര്യ കിണറ്റിലോട്ട് എത്തി നോക്കി. അവൾ നേരെ കിണറ്റിൽ വീണു. അപ്പൊ ഭർത്താവ് പറയാണ്, പടച്ചോനെ വിചാരിച്ച കാര്യം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ മാതിരി. ഈ വിചാരിച്ചാൽ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന്. എല്ലാവർക്കും അവരവർക്ക് മറ്റൊരാൾ ഭാരമായി. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല. ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു ഭാരമായി. ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള കവാടമായില്ല. ഭർത്താവിന് ഭാര്യ കടമകൾ വീട്ടേണ്ട അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ കടമയായില്ല. ഭർത്താവിന് ഭാര്യ ഏത് സമയത്തും ഒഴിഞ്ഞു പോകേണ്ട ഒരു ചരക്കായി. മാതാപിതാക്കൾക്ക് മക്കള് ഭാരമായി, മക്കൾക്ക് മാതാപിതാക്കള് ഭാരമായി. സഹോദര, ഞാൻ നേരത്തെ പറഞ്ഞു, അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി മാറിടത്തിൽ ചവിട്ടിപ്പിടിച്ച് കഴുത്തിൽ ശാള് മുളുക്കി കൊന്ന് വലിച്ചോണ്ട് പോയി മകൻ അമ്മയെ കത്തിച്ച് ചാമ്പലാക്കി. നടുക്കം വിട്ടുമാറുന്നതിന് മുമ്പേ കൊല്ലം ജില്ലയിൽ നിന്ന് വാർത്ത, ഈ അമ്മ സ്രാവിൽ കടന്ന മകനെ വലിച്ച് താഴെയിട്ട് മകനെ പോയി കത്തിക്കരിച്ച് ചാമ്പലാക്കി. അമ്മ പുശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അധപ്പതിച്ചു പോകുമ്പോ, ഈ ഭൂമിയിൽ മനുഷ്യന്മാരില്ല, രാക്ഷസന്മാര് വാണരുടുമ്പോ, ഓരോ ദിവസവും ഓരോ വാർത്തകൾ നമ്മുടെ ചെവിയിലേക്ക് കടന്നു പോകുമ്പോ, സഹോദരാ, ഇനി ഈ ലോകത്ത് ഏറ്റവും നല്ലവനായി ജീവിക്കണോ? അനിവാര്യമായ 3 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അക്കമിട്ട് പഠിച്ചോളുക. 1, അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാവുക. ഓരോ ആണിനോടും പെണ്ണിനോടും വിനീതനായ വാക്കവിയുടെ വാക്കുകൾ കാണത്തി ഒരൽപ്പം കഴിയുമ്പോൾ നമ്മൾ പിരിയുകയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിലോത്തിരിക്കാൻ ഇനി മുതൽ നമ്മുടെ ചിന്തകൾ ഈ ചിന്തയാകണേ. 1, എന്റെ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാ.
എന്റെ ചെറുപ്പക്കാരെ ഈ ബോധം മനസ്സിലേക്ക് ചേർത്ത് വെക്കുക. അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്കെന്നെ അള്ളാനെ പേടിയാ. സഹോദര, ഈ പേടിയിലൂടെ നടന്നു പോകുമ്പോ എനിക്കെന്റെ റബ്ബിനെ പേടിയാ. ഈ ഉപ്പളക്കുന്നിലെ ഓരോ വീട്ടിലും ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവണം. ആണിനുണ്ടാവണം, പെണ്ണിനുണ്ടാവണം, മക്കൾക്കുണ്ടാവണം. പാതിരാ സമയത്ത് ഉമർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ മോളെ പാലില് വെള്ളം ചേർക്കോളെ. ഉമ്മ ഉമർ കാണില്ല. ഉമ്മ മോളെ ഉമർ റളിയല്ലാഹു തആല ഉറക്കമാണല്ലോ. ആരും അറിയാതെ പാലില് വെള്ളം ചേർക്കാൻ കൗമാരക്കാരിയായ സുന്ദരി പെണ്ണിനോട് പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ചൊരു മറുപടിയുണ്ട്. ഉമ്മ ഇദാ കാന ഉമറു നായിമൻ ഫറബ്ബുൽ ഉമറു യഖ്ലാ. ഉമർ ഇറങ്ങിയാലും ഉമറിന്റെ റബ്ബ് ഇറങ്ങില്ലല്ലോ ഉമ്മ. ഉപ്പളക്കൊന്നിലെ വീട്ടിൽ ഈ കൗമാരക്കാരി ഉണ്ടാവട്ടെ. ഉമ്മ തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഉമ്മയുടെ കൈ പിടിച്ചിട്ടുമ്മ അള്ളാനെ പേടിക്കണേ ഉമ്മ, അള്ളാനെ പേടിക്കണേ ഉമ്മ. ഉപ്പാനെ ചതിക്കല്ല ഉമ്മ, ഗൾഫിൽ നിൽക്കുന്ന ഉപ്പാനെ ചതിക്കല്ല ഉമ്മ, അള്ള കാണുന്നുണ്ടുമ്മ എന്ന് പറയുന്ന കൗമാരക്കാരി +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്ന, ആരുമില്ലാത്ത സമയത്ത് കോളേജിന്റെ ഇടനാടികളിൽ കാമകനോട് സല്ലാപം നടത്തുന്ന, അന്യപുരുഷനുമായി ബീച്ചുകളിലൂടെ കറങ്ങി നടക്കുന്ന കൗമാരക്കാരിയിൽ നിന്ന് മാറി വീടിന്റെ ഉള്ളിൽ ഉമ്മ ഒരു തെറ്റ് ചെയ്യാൻ പോയാൽ ഉമ്മാടെ കയ്യിലേക്ക് കടന്നു പിടിച്ചിട്ടുമ്മ അള്ളാനെ പേടിക്കണേ, ആഖിറത്തെ പേടിക്കണേ, ഉപ്പാനെ ചതിക്കല്ല ഉമ്മ എന്ന് തിരുത്തി കൊടുക്കാൻ കഴിയുന്ന കൗമാരക്കാര് ഉപ്പളക്കുന്ന് മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഓരോ മഹല്ലിലെ വീടെങ്ങനെയായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് തെറ്റ് ചെയ്യാൻ പോയാലും പാതിരാ സമയത്ത് ഞാൻ മദ്യപിച്ചാൽ എന്റെ ഭാര്യ അറിയില്ല, എന്റെ മക്കളറിയില്ല, നാട്ടുകാരും അറിയില്ല, എന്നാലും എന്റെ റബ്ബറിയാതിരിക്കില്ലല്ലോ. കഹിനെ ലഗി ഹേ മേം സബ് ദർവാസ ബന്ദ് കർ ഡാലാ ലക്കിനും ബന്ദ് ന ഹോ ഗയി ഇഖ്ദർ ഖുദാ വാലാ. ആരുടെ വാതിലടഞ്ഞാലും അല്ലാഹുവിന്റെ വാതിലടയില്ലല്ലോ. ഏത് സമയത്തും മനസ്സിലൊരു ചിന്ത വേണം, അല്ലാഹുവേ ഞാനിനി മദ്യപിക്കില്ല, ഞാനിനി പലിശ വാങ്ങിക്കില്ല, ഞാനിനി ചൂതാട്ടം നടത്തില്ല. കാരണം നീ എന്നെ കാണുകയാണല്ലോ, നീ എന്നെ കാണുകയാണല്ലോ. ഇത് മദ്യപാനത്തിൽ മാത്രമല്ല, കുടുംബ ജീവിതത്തിലും അല്ലാഹുവിനെ കുറിച്ച് പേടിയുണ്ടാവണേ. ഈ അഹമ്മദ് കബീർ പറയുന്നത് മുഴുവനും ഖുർആനാണ്, ഖുർആനാണ്. ഒരു വാപ്പാന്റെ 2 മക്കൾ തമ്മിൽ തെറ്റിലാണ്, 2 സഹോദരങ്ങൾ തമ്മിൽ പകയാണ്. ആ സമയത്ത് ജേഷ്ഠനായ കാബീല് അനിയനായ നിരപരാധിയായ അനുജനോട് കൊല്ലാൻ വരുന്ന സമയത്ത് അനുജൻ ഹാബീൽ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. കാബീൽ അനുജനോട് അസൂയ മൂത്തിട്ട് ഒട്ടകത്തിന്റെ തോളല്ലുകൊണ്ട് തലയിലടിച്ച് കൊല്ലാൻ വരുമ്പോ, തന്റെ പ്രിയപ്പെട്ട ജേഷ്ഠൻ തന്നെ കൊല്ലാൻ വരുമ്പോ അനിയനായ ഹാബീൽ പറയുന്നൊരു മറുപടി ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ മാഇദ. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസുത്തിൻ യദി ഇലൈക ലിയഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. തന്റെ ജേഷ്ഠൻ തന്നെ കൊല്ലാൻ ഒട്ടകത്തിന്റെ തോളല് കൊണ്ട് അടിക്കാൻ വരുമ്പോ, പ്രിയപ്പെട്ട ജേഷ്ഠാ നിങ്ങൾ എന്നെ കൊല്ലാമെന്നാലും നിങ്ങളോട് ഞാൻ തിരിച്ചൊന്നും പറയില്ല. അതെനിക്ക് നിങ്ങളോട് തിരിച്ചു ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, തിരിച്ചു ചെയ്യാൻ എന്റെ കൈക്ക് ആരോഗ്യമില്ലാത്തിട്ടല്ല, ഈ പറയുന്നത് പോലെ തിരിച്ചു പറയാൻ അനുജന് കഴിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ട ജേഷ്ഠാ എനിക്ക് എന്റെ റബ്ബിനെ പേടിയോ. ഇവിടെ നമ്മൾ തമ്മിൽ മത്സരിച്ചാല് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിലും മറുപടി പറയണ്ടേ എന്ന് ജേഷ്ഠനായ കാബീലിനോട് ഹാബീൽ പറഞ്ഞ മറുപടി എന്റെ ഉപ്പളക്കുന്നിലെ സഹോദരങ്ങളോട് ഏത് കാര്യമാണെങ്കിലും ഞാൻ ചുരുക്കുകയാണ്. അത് വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പെണ്ണേ ഞാൻ ക്ഷമിക്കുന്നത്
ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്കെന്റെ അല്ലാഹനെ പേടിയാ, അവൻ എന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ അല്ലാഹു സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ബോധം തരട്ടെ. ആമീൻ പറ. പിന്നെ അവൻ തെറ്റിയോ? അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന് ചിന്തിക്കുന്നവൻ പിന്നെ തെറ്റിയോ? അവനെ നന്നാക്കാൻ പിന്നെ വാള് വേണോ? അവനെ നന്നാക്കാൻ പിന്നെ ഉസ്താദ് വേണോ? അവനെ നന്നാക്കാൻ അവൻ തന്നെ മതി. അതുകൊണ്ട് ഈ 3 ചിന്ത, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, അഹമ്മദ് കബീർ വാക്കവി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം, ചിന്ത മനസ്സിലുണ്ടാവുക. 1. ഇപ്പം എത്രണ്ണം പറഞ്ഞേ? 1. ഇനി അടുത്തേടാ 1 കഴിഞ്ഞാൽ പിന്നെ എത്രയാ? അങ്ങനെ പറ. 2. എന്നാലും ഉറക്കം പോവും. ചുമ്മാ ഇരുന്ന് കേൾക്കാൻ എനിക്ക് വളരെ താല്പര്യമില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അടുത്തത് രണ്ടാമത്തേത് അടുത്ത സമയം ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കുക. പിന്നെ വേറെന്താ വേണ്ടത്? അഹമ്മദ് കബീർ പോവുകയാണ് സലാം പറഞ്ഞ്. എൻ്റെയും നിങ്ങളുടെയും ചിന്ത, പറഞ്ഞവൻ്റെയും കേട്ടവൻ്റെയും ചിന്ത, അടുത്ത നിമിഷം ഞാൻ മരിക്കും. ഇതെൻ്റെ അവസാനത്തെ ഇശാ നിസ്കാരമാണ്. നാളത്തെ ഇശായ്ക്ക് ഞാൻ ഉണ്ടാവില്ല. അന്നത്തെ ഇശായ്ക്ക് എന്ത് തക്കവയായിരിക്കും? പടച്ചോനെ, ഇതെൻ്റെ അവസാനത്തെ സുബഹിയാണ്. ഞാൻ അടുത്ത സുബഹിക്ക് ഞാൻ ഉണ്ടാവില്ല. ആ സുബഹി എത്ര മനസാന്നിധ്യത്തോടെ നമ്മൾ നിർവഹിക്കും? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ. ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ സിറാജുദ്ദീൻ ഖാസിമി മരണമൊക്കെ പറഞ്ഞില്ലേ? ഇല്ലേ? പറഞ്ഞില്ലേ? അപ്പോൾ പിന്നെ ഇനി ഞാൻ പറയണ്ടല്ല? ഞാൻ പറയണോ? വേണ്ട. വേണ്ടല്ലോ? വേണോ? ചുമ്മാ വേണ്ടെന്ന് പറ. പിന്നെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ണിച്ചോരയില്ലല്ലോ. എന്താ അബ്ദുൽ ഖാർ ഇങ്ങനെ ഇവര്? എൻ്റെ പഴയകാല സുഹൃത്താ, കണ്ടിട്ട് ഒത്തിരി ആളെ ഇപ്പോഴാണ് കാണും. ഇപ്പോൾ കണ്ടപ്പോൾ ക്യാമറ. മാഷാ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. ഭാര്യ മക്കൾക്കൊക്കെ സുഖം തന്നെ. ഈ പണ്ടൊക്കെ സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ആരെയും അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ അവർ പറയും ഇയാളൊക്കെ വലിയ ആളായി പോയെന്ന്. അങ്ങനെയല്ല, മനസ്സിലുണ്ട്. ഇപ്പം 3-4 വർഷമായി കണ്ടിട്ടല്ലേ. ഇപ്പോൾ കണ്ടോ, എൻ്റെ മനസ്സിൽ പേരോർമ്മയുണ്ടല്ലോ. അതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഇന്നലെ നന്നായിട്ട് കേട്ടു. ഞാൻ 2 വരി കവിത പാടിത്തരാം. 2 വരി കവിത. ഒരറബി കവിയുടെ 2 വരി കവിത. അത് മാത്രം മതി, വേറൊന്നും വേണ്ട. വേറെ കവിതയൊന്നുമല്ല. അറബി കവി വാഴ്ത്തപ്പെടട്ടെ. അദ്ദേഹത്തിന്റെ 2 വരി കവിത. ആ കവിത മതി മരണത്തെ കുറിച്ച് ജീവിതത്തിൽ ചിന്ത വരാൻ. ഹലക്കൽ മുദാവി വൽ മുദാവാ വല്ലദി ജലബദ്ദവാബഹു വൽ മുസ്തരി. അറബി കവി പാടിത്തരികയാണ്. ഹലക്കൽ മുദാവി വൽ മുദാവാ വല്ലദി ജലബദ്ദവാബഹു വൽ മുസ്തരി. ഹലക്കൽ മുദാവി, ചികിത്സിച്ച ഡോക്ടറും മരിച്ചു. വൽ മുദാവ, ചികിത്സിക്കപ്പെട്ട രോഗിയും മരിച്ചു. അല്ലദീ ജലബദ്ദവാ, ഇവർക്ക് മരുന്ന് കൊണ്ടുവന്ന മെഡിക്കൽ റെപ്പ് മരിച്ചുപോയി. വബാഹു, ഈ മരുന്ന് വാങ്ങാൻ വന്ന കൂട്ടിരിപ്പുകാരനും, വബാഹു, ഇതിനെ വിൽക്കാൻ വിട്ട ഫാർമസിക്കാരനും മരിച്ചില്ലയോ? വൽ മുസ്തരി, അത് വാങ്ങിക്കാൻ വന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചില്ലയോ? ഇനി ആരാണ് മരിക്കാനുള്ളത്? ചികിത്സിച്ച ഡോക്ടർ മരിച്ചു, രോഗിയും മരിച്ചു. ഈ ഡോക്ടർക്ക് മരുന്ന് കൊണ്ടുവന്ന മെഡിക്കൽ റെപ്പും മരിച്ചു. വബാഹു, ഈ മരുന്ന് വിട്ട മെഡിക്കൽ സ്റ്റോറുകാരനും മരിച്ചു. വൽ മുസ്തരി, വാങ്ങിക്കാമെന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചു. മരുന്ന് കൊണ്ടൊരാള് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ടത് ഫാർമസിക്കാരനല്ലേ? അവന്റെ അലമാറിയിൽ ഇരിക്കാത്ത ഏതു മരുന്നാണുള്ളത്? എന്നിട്ടും മെഡിക്കൽ സ്റ്റോർ മുതലാളി മരിച്ചു പോയില്ലേ? പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ മരണത്തിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടു പോവുക? അറബി കവിയുടെ ഈ വാക്ക് വാഴ്ത്തപ്പെടട്ടെ. ഹലക്കൽ മുദാവി വൽ മുദാവാ വല്ലദീ ജലബദ്ദവാബഹു വൽ മുസ്തരി.
ഈ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്തും മരണത്തെ ഓർമ്മിക്കുക. നമ്മുടെ വീട്ടിൽ മാറ്റമുണ്ടാകാൻ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വീട്ടിലെ ഭർത്താവ് നന്നാവും, ഭാര്യ നന്നാവും, വീട്ടിലെ പെൺമക്കൾ നല്ലവരാകും, അവര് നിന്നെ ഹറാമ് ചെയ്യില്ല. ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ വീട്ടിൽ അനിവാര്യമായ മാറ്റം ഉണ്ടാവും. ആ ഒരു ചെറിയ കാര്യം നീ വിനീതം പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യുമല്ലോ. ചെയ്യില്ലേ? ഉറക്കെ ഇൻഷാ അല്ലാഹ് പറ. നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാകും? നിങ്ങൾ ഉറക്കെ പറ. നിങ്ങൾ പൈസ തരണ്ട, 1 ലക്ഷം നിങ്ങൾ തരണ്ട, ഏറെ വന്നാൽ ഒരു 250 രൂപ മുടക്കിയാൽ മതി. എത്ര വകല് പറഞ്ഞാലും നന്നാവാത്തവര് നന്നാവും. അതിനെന്ത് ചെയ്യണമെന്നറിയോ? വൈകുന്നേരം ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയ്യും കഴുകിയിട്ട് ഓരോരുത്തർ അവരവരുടെ കിടക്കറയിലേക്ക് പോകുന്നതിന് മുമ്പ് വീടിന്റെ മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഒരുമിച്ചിരിക്കണം. എന്നിട്ട് മകളോട് പറയണം, പൊന്നുമോളെ ഒരു പാട്ട് പാട്, പൊന്നുമോളെ ഒരു പാട്ട് പാട്. മോളെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചാൽ മതി, നന്നാവും. അല്ലെ മോനോട് പറയണം, മോനെ ഒരു പാട്ട് പാട്, ആ നാട് മുഴുവൻ നന്നാവും, വീട് മുഴുവൻ നന്നാവും. നിങ്ങൾ എന്നെ അന്തം വിട്ട് നോക്കണല്ലോ മനുഷ്യന്മാരെ. പാട്ട് പാടി നന്നാക്കാനാ അറിഞ്ഞൂടെ? പാട്ട് ഇവിടെ സീരിയസ് കാര്യം പറയുമ്പോൾ അവിടെ സൈഡാക്കിക്കോളി. നീ ബേഞ്ഞ് കീഞ്ഞ് പോവാനുള്ളതിന് ഇവിടെ നോക്ക്. മകളെ കൊണ്ട് എന്ത് ചെയ്യണം? ഒരു പാട്ട് പാടിപ്പിക്കണം. ശല പഠിപ്പിക്കോ മകനെ കൊണ്ട്? ഏത് പാട്ടാ? മരണത്തെ കുറിച്ച് പാടണം. അല്ലാതെ ഇല്ല മറ്റേ പാട്ടല്ല, പ്രണയം. നീലരാവിൽ നഗ്നമേനികൾ നീലരാവിൽ ഉരസുന്ന സുഖമല്ലോ പ്രണയം. അതല്ല പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പറയാൻ ഉത്തരവുണ്ട്, പക്ഷെ പറയാൻ ഈ സ്ഥലം ശരിയാവല്ലാത്തോണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. നമ്മുടെ മാപ്പിളപ്പാട്ട് വലിയ മുബാറക്കായിട്ട് ബിസ്മി പറഞ്ഞ് ഒതുവെടുത്തിട്ട് നമ്മളിട്ട് കേൾക്കണ മാപ്പിളപ്പാട്ടേരാ? നീലരാവിൽ നഗ്നമേനികൾ ഉരസുന്ന സുഖമല്ല പ്രണയം എന്നാരാടാ മോനെ പറഞ്ഞത്? പരിപൂർണ നഗ്നമായ 2 ശരീരം തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് പ്രണയമെന്നാണ്. ഏത്? എനിക്കിപ്പോ അത് എഴുതിയവൻ കേസ് കൊടുത്താലും ഡയറക്ടർ എനിക്കത് പുല്ലാണ്. അങ്ങനെയല്ലേ പാട്ട്? അങ്ങനെയല്ലേ? ഓ കഷ്ടം. മുത്തക്കീങ്ങളൊന്നും അറിഞ്ഞൂടാ അവർക്ക്. നിങ്ങൾ ഇരിക്കണ ഇരിപ്പ് കണ്ട ഇവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. മുത്തക്കീങ്ങൾ ഖുർആൻ മാത്രമേ അറിയാവൂ. മാപ്പിളപ്പാട്ട് നഗ്നമേനികൾ നീലരാവിൽ ഉരസുന്ന സുഖമല്ല പ്രണയം എന്ന് പുതിയ കവി. എന്നാ പഴയ കവി എങ്ങനെയാണ്? കാമുകി ചോദിക്കാൻ രമണം പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ രമണം പോലും, ചങ്ങമ്പുഴയുടെ രമണം പോലും പ്രണയത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. കാനനച്ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആരും കാണാത്ത കാനനച്ചോലയിൽ ചെറുപ്പക്കാരാ നിന്റെ കൂടെ ആടുമേക്കാൻ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ചങ്ങമ്പുഴയുടെ രമണം മറുപടി പറഞ്ഞ എന്താ? പാടില്ല, നമ്മൾ താനെ മറന്നൊന്നും ചെയ്തുകൂടാ. പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും നിങ്ങൾ എന്നെ ഓർക്കണ്ട, ബാക്കവി ഇപ്പൊ സിനിമാ പാട്ട് പറയണമെന്ന്. എന്റെ വായനയുടെ ലോകം വിശാലമാണ്. വിമർശനങ്ങൾ എനിക്ക് പേടിയേയില്ല. പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയത്തെ നിരാകരിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് മാപ്പിളപ്പാട്ടിൽ പ്രണയം ലൈംഗികതയായി. ഇതാണ് നമ്മുടെ മക്കൾ കേൾക്കുന്നത്. ഇപ്പൊ മനസ്സിലായ? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കണ്ടേ? പഴയ കാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയം ഇല്ല. നമ്മുടെ പുതിയ മാപ്പിളപ്പാട്ട് നമ്മുടെ മക്കളെ കേൾപ്പിച്ചത് ലൈംഗികതയാണ്, പച്ച വ്യഭിചാരം. ആ സമയത്ത് ഖുർആൻ നമ്മുടെ മക്കൾ കേട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ പാട്ട് പാടി പഠിപ്പിക്ക്. എല്ലാവരും ഉറങ്ങാൻ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വാപ്പയും ഉമ്മയും പെൺമക്കളും ആൺമക്കളും കൂടി ഇരുന്നിട്ട് പാട്ട് പാടാൻ പറയണം മോളോട്. ഏത് പാട്ടാ? തന്റെ കാവ്യ കൗമുദിയുടെ മലയാള അക്ഷരത്തിന്റെ സൗകുമാര്യത്തിന്റെ കാവ്യപണ്ഡിതങ്ങൾ കൊണ്ട് ലോകത്തിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞതെന്താ? മഹാനായ തഴവാ ഉസ്താദിന്റെ മവാഹിബുൽ ജലിയ 250 രൂപ വില വരുന്ന ആ ഗ്രന്ഥമൊന്ന് വാങ്ങിച്ചിട്ട് മോളോട് പറയണം, മോളെ കൊണ്ട് പാട്. ആ മോള് ഉറങ്ങുന്നതിന് മുമ്പ് പാടാൻ തുടങ്ങുകയാ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടനുവാ വിട്ടു നീ കരേണ്ടതാ. മേടയ്ക്കു പകരം മോള
റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ആ മോള് പാടുകയാണ്, ഉപ്പ ഉമ്മ സഹോദരാ കേൾക്കണേ, ഖബറെന്ന് പറയുന്നത് ഒരു ഭയങ്കര വീടാണ്. ആ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ മെത്തയ്ക്കു പകരം മണ്ണത് വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി, ഇരുളിനാൽ പെയിന്റിട്ടതാ. ഉപ്പാവിടെ മെത്തയില്ല, മണ്ണാണ് വിരിച്ചിട്ട ഉപ്പ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. ഉപ്പ മരിച്ചിട്ടും മണ്ണിന്റെ അടിയിലും മലന്ന് കിടക്കുമ്പോ ഉപ്പാടെ കസേരക്ക് ചുറ്റും നടന്ന മക്കളായ ഞങ്ങള് ഉപ്പാന്റെ ശരീരത്തിലേക്കും മണ്ണ് വാരിയിടും ഉപ്പ.